Meet the editors. ചോദ്യം ഇതാണ്: പുനരധിവാസം ഉടൻ സാധ്യമോ? അഡ്വക്കേറ്റ്, താൽക്കാലികമായൊരു പുനരധിവാസം വേഗത്തിലാക്കാൻ പോവുകയാണ് സർക്കാർ. ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് 20 ദിവസത്തിനുള്ളിൽ മേപ്പാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യയനം പുനരാരംഭിക്കണം. അതെന്ന് വെച്ചാൽ 20 ദിവസത്തിനുള്ളിൽ മേപ്പാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലുള്ള 563 പേരെയും സ്കൂളിൽ നിന്ന് മാറ്റി താൽക്കാലികമായിട്ടുള്ള ഒരു താമസ സംവിധാനത്തിലേക്ക് കൊണ്ടുപോകണമെന്നാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 20 ഡേയ്സാണ് നമ്മുടെ മുന്നിലുള്ളത്. പോട്ടെ, 30 ദിവസം എന്നത് കൂട്ടിയാൽ പോലും സെപ്റ്റംബർ മാസം, അതല്ല ഓണം കഴിഞ്ഞു വരുമ്പോഴേക്കെങ്കിലും എന്നുള്ളത് നമ്മൾ കണക്കിലെടുത്താൽ ഈ താൽക്കാലികമായ പുനരധിവാസത്തിന് ഇപ്പോൾ സർക്കാർ 2 രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഒന്ന് വാടക വീട്, മറ്റൊന്ന് പ്രീ ഫാബ് സംവിധാനം. ഇപ്പം അഡ്വക്കേറ്റ് ആ പരിസരം മുഴുവൻ അറിയാവുന്ന ആളാണ്, മേഖല മുഴുവൻ. ഈ 563 മൊത്തത്തിൽ അഫക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ആളുകളുടെ എണ്ണം കണക്ക് പ്രകാരം 1721 വരും. 4833 വരും. ഇതിൽ 668 കുടുംബങ്ങളാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത്രയും വീടുകൾ, ഇപ്പോൾ 500 വീടുകളെങ്കിലും താൽക്കാലികമായി വാടകയ്ക്ക് ഒരു 3000 മുതൽ 5000 രൂപ വരെ വാടകയ്ക്ക് ലഭ്യമാകാൻ സാധ്യതയുണ്ടോ? അതിലൊരു പ്രതിസന്ധി നേരിടാൻ പോവുകയാണോ സർക്കാർ? അരുണേ, ഇപ്പം വയനാട്ടിലെ ജനങ്ങൾ പ്രത്യേകിച്ച് ഒരു വീടുകൾ കൊടുക്കാൻ മനസ്ഥിതി കാണിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പൊതുവേ 3000 രൂപയ്ക്കും 5000 രൂപയ്ക്കും വയനാട്ടിൽ വാടക വീടുകൾ കിട്ടുന്ന കാര്യം സംശയമാണ്. കാരണം ഇപ്പോൾ ഈ ഹോം സ്റ്റേകളും മറ്റുള്ള സംവിധാനങ്ങളിലേക്കും ഈ അടഞ്ഞു കിടന്ന വീടുകൾ ഉപയോഗിക്കുന്നതിന് കൊണ്ട് തന്നെ അങ്ങനെയുള്ള സംവിധാനങ്ങൾ വളരെ കുറവാണ്. പക്ഷേ എനിക്ക് ഈ 1500-ലധികം ആൾക്കാർ താമസിക്കാനുള്ള വാടക വീട് വയനാട്ടിൽ കിട്ടുമോ എന്നുള്ള കാര്യത്തിനകത്ത് വളരെ സംശയമുണ്ട്. ഹോട്ടൽ മുറികളും പിന്നെ ഗസ്റ്റ് ഹൗസുകളൊക്കെ കുറേ ഉണ്ടാവാം. അങ്ങനെ സംവിധാനത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ പ്രാക്ടിക്കലായ കാര്യങ്ങൾ പറയട്ടെ. അതായത് കൃത്യമായ കണക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ 16 ക്യാമ്പുകളാണ് ആ പരിസരത്തുള്ളത്. ആ 16 ക്യാമ്പുകളിൽ 648 കുടുംബങ്ങളിലെ 2225 പേരാണ് ആക്ച്വലി ഉള്ളത്. 2225. അല്ല, അത്രയും വരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഈ ദുരിത പറയുന്ന ക്യാമ്പിലുള്ള അത്. കാരണം അത് ഈ മഴ പെയ്യുമ്പോൾ മാറ്റി താമസിക്കുന്ന ആൾക്കാരെല്ലാം കൂടി കൂടിയിട്ടായിരിക്കും അത്ര ഇതില്. അല്ല, ഈ പറഞ്ഞ നമ്മുടെ ഇതിലാണ് ചൂരൽമലയിൽ കൂടി 16 ക്യാമ്പ്. അല്ല, ചൂരൽമലയിൽ ഈ പറഞ്ഞ അപകടം സംഭവിച്ച സ്ഥലത്താണോ? അപകട സ്ഥലത്തെ ഇവിടെയാണ് 16 ക്യാമ്പ് സെപ്പറേറ്റ് ഉള്ളത്. അപ്പം ഈ പറഞ്ഞ എത്ര വന്നു? അപ്പം 2225. അത്രയും വയനാട്ടിൽ ബുദ്ധിമുട്ടായിരിക്കും വരും. കാരണം അത്രയും വാടക വീടുകളൊന്നും ഒരു കാരണവശാലും വയനാട്ടിൽ 648 കുടുംബം 648 വീട് വാടക വീട് വേണ്ടേ? 648 വാടക വീട് വയനാട്ടിൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എത്തിക്കും. പ്രത്യേകിച്ച് ആ ഏരിയനെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞാൽ അത്രയും വീടുകൾ വളരെ കുറവായിരിക്കും. 648 വീടുകൾ. പിന്നെ അങ്ങനെ ഒരു ട്രെൻഡിലേക്ക് വന്നാൽ അത് ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. കാരണം മനുഷ്യരങ്ങനെ ഇറങ്ങി തിരിച്ചാൽ മലയാളികളാണ്. 64 പേര് വാഗ്ദാനം ചെയ്തു എന്നാണ് മിനിസ്റ്റർ. ഇതുവരെ 64 പേര് വാഗ്ദാനം ചെയ്താണ് മിനിസ്റ്റർ. 64 എന്ന് പറയുമ്പോൾ 10% പോലും ആയിട്ടില്ല. 10% 48 വീട് വേണം. 648 64 എന്ന് പറഞ്ഞാൽ 10% കഷ്ടിയല്ലായിട്ടുള്ളൂ. ബാക്കി 90% കിടക്കാണ്. പക്ഷേ മലയാളി അങ്ങനെ ഒരു ട്രെൻഡ് സെറ്റ് ചെയ്താലുണ്ടല്ലോ. വയനാട്ടിൽ 648 വീട് എന്ന് പറയുന്നത് വലിയ പ്രശ്നമായിരിക്കും. മാത്രമല്ല, വീടുകളിൽ വേണമെങ്കിൽ ഒന്നിച്ച് താമസിപ്പിക്കാം. കൂടുതൽ മുറികളുള്ളവർക്ക് 2 പേരൊക്കെയായി മാറിയ കുടുംബാംഗങ്ങൾ. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയാം സുജിയ, നമ്മളൊരു ദുരന്ത മുഖത്തു നിന്ന് പോവുകയാണ്. അപ്പോൾ അവരനുഭവിക്കുന്ന വലിയൊരു മെൻ്റൽ ഡ്രോമയുണ്ട്. ആ മെൻ്റൽ ഡ്രോമയിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ വീട് സംവിധാനം സ്വന്തമായി സ്വസ്ഥതയോടുകൂടി ഇരിക്കുക, സ്വസ്ഥതയോടെ സംസാരിക്കാൻ പറ്റുക, സ്വസ്ഥതയോടെ അവർ ചിന്തിക്കാൻ പറ്റുക എന്നുള്ള സംവിധാനത്തിലേക്ക് മാറുക എന്നുള്ളതാണ്. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് എന്താണെന്നറിയോ, ഇപ്പം സർക്കാർ വിചാരിച്ചിട്ട് ഒരു പഞ്ചായത്തിൽ എത്ര വീടുകൾ ഒഴിവുണ്ട് എന്നുള്ളത് മണിക്കൂർ വിളിച്ച് കണ്ടെത്താൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. എത്ര വീടുകൾ അടഞ്ഞു കിടക്കുന്നുണ്ട്, എത്ര വീടുകൾ ഒഴിവുള്ള കിടക്കുന്നുണ്ട്, അത് വേണം പിന്നെ തൽക്കാലത്തേക്ക് ഒരു 3 മാസത്തേക്കോ 6 മാസത്തേക്കോ വേണമെന്ന് പറഞ്ഞാൽ കിട്ടുന്ന അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ അങ്ങനത്തേക്ക് ചിന്തിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം മേപ്പാടി പഞ്ചായത്തിലാണെങ്കിലും ഈ കൽപ്പറ്റ മുനിസിപ്പാലിറ്റീൻ്റെ കീഴിലാണെങ്കിലൊക്കെ ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റിയുടെ കീഴിലായിരിക്കും വീടുകൾ വാടകയ്ക്ക് കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ടാവുക. കൽപ്പറ്റ മുനിസിപ്പാലിറ്റി, ബത്തേരി മുനിസിപ്പാലിറ്റി, മാനന്തവാടി മുനിസിപ്പാലിറ്റി, 3 മുനിസിപ്പാലിറ്റീൻ്റെ കീഴിലായിരിക്കും ശരിക്കും പറഞ്ഞാൽ വീടുകൾ കൂടുതലുണ്ടാവുക. അതിനകത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ തന്നെയായിരിക്കും. മേപ്പാടി പഞ്ചായത്തിലുള്ള വീടുകൾ അടഞ്ഞു കിടക്കുന്നുണ്ട്. അത് ഒട്ടുമിക്കതും ഈ പറഞ്ഞ ഹോം സ്റ്റേകളാവാനാണ് സാധ്യത. പക്ഷേ എങ്കിലും 638 വീട് എന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടെ ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ അതിലേക്ക് ഞാൻ പറയുന്നത് നമുക്കൊരു ചലഞ്ച് ചൂടായി വെക്കാവുന്നതേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം വേണമെങ്കിൽ നമുക്കൊരു 48 മണിക്കൂർ ചലഞ്ച് വേണമെങ്കിൽ റിപ്പോർട്ടർ TV ക്ക് മുൻകൈ എടുത്ത് വെക്കാം. നാളെ രാവിലെ ഒരു
ടോൾ ഫ്രീ നമ്പർ നമുക്ക് നാളെ സ്ക്രീനിൽ കൊടുത്തിട്ട് നമുക്ക് വയനാട്ടിലെ വീടുകൾ കൊടുക്കാൻ താല്പര്യമുള്ളവർ ഒന്ന് അറിയിക്കുക എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് നാളെ രാവിലെ വേണമെങ്കിൽ ഓണെയറിൽ കൊടുത്തിട്ട് നാളെ 48 മണിക്കൂറിൽ എത്ര വീട് വരുന്നുണ്ട് നമുക്ക് നോക്കാൻ പറ്റുമല്ലോ. അത് നമുക്ക് വേണമെങ്കിൽ നാളെ തുടങ്ങി ഒരു ചലഞ്ചായി മാറ്റിയെടുക്കാം എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അത് സർക്കാരിന് മുന്നിലേക്ക് സമർപ്പിക്കാം. കാരണം നമ്മുടെ പണി എന്താണ്, നമുക്ക് മാക്സിമം സർക്കാർ സപ്പോർട്ട് ചെയ്യുക, അതൊരു ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ മാക്സിമം സ്പീഡാക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് നാളെ രാവിലെ തുടങ്ങിയിട്ട് ഓണെയറിൽ നമുക്ക് നമ്പർ കൊടുത്തിട്ട് നമുക്ക് അത് നല്ലൊരു ആശയമല്ലേ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് നാളെ രാവിലെ തുടങ്ങി നോക്കും, ഒരു 48 മണിക്കൂർ 2 ദിവസത്തേക്കുള്ളിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് തീരുമാനിച്ച് നമുക്ക് കൊടുത്തു നോക്കാം. അപ്പോൾ അറിയാം നമുക്ക് ഏകദേശം എത്ര കിട്ടും എന്നുള്ളത്. പിന്നെ സർക്കാർ സംവിധാനത്തിലെടുക്കുന്ന വീടുകൾ കൂടെ ആ അർത്ഥത്തിലെടുക്കും എന്നുള്ളതും കൂടെ കൂടുമ്പോൾ നമുക്കൊരു 2-3 ദിവസം കൊണ്ട് ഏകദേശം വയനാട്ടിൽ എത്ര വീട് കിട്ടും. അതിൽ വേറെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ 638 കുടുംബത്തിൽ എന്ന് പറയുന്നത് ചിലപ്പോൾ 1 ബെഡ്റൂമുള്ള വീടായാൽ മതിയാവുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ടാവാം. 2 ബെഡ്റൂമുള്ളത് മാക്സിമം 3 ബെഡ്റൂമിൻ്റെയൊക്കെ ആവശ്യങ്ങളെ വരാൻ സാധ്യതയുള്ളൂ. കാരണം ഒരു മിനിമം പീരീഡിലേക്കാണല്ലോ അവരുടെ സ്ഥിരതാമസമാക്കാൻ പോകല്ലോ, മിനിമം പീരീഡിലേക്ക് എന്നുള്ള നിലയ്ക്ക് അത് മതിയാവും എന്നുള്ളതാണ്. അവരുടെ അതിനേക്കാളും അപ്പുറം ഇന്ന് മുഖ്യമന്ത്രി സർക്കാർ ഭയങ്കര പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് മുന്നോട്ട് പോകുന്നതായിട്ടാണ് നമ്മൾ ഈ പറയുന്നത്. ആഫ്റ്റർ ദുരന്തം നമ്മൾ കാണുന്നത് എന്താണ്, ഭയങ്കര പ്ലാനിങ്ങോട് കൂടി തന്നെ നമ്മൾ പെട്ടെന്ന് തീരുമാനങ്ങളെടുത്ത് അതിനെ ഒരു ബുദ്ധിമുട്ടിലാക്കാൻ അവർ ശ്രമിക്കുന്നില്ല. അപ്പം മുഖ്യമന്ത്രി ഇന്നത്തെ പത്രസമ്മേളനം ഞാൻ കാണുമ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങൾ എല്ലാത്തിനും ഒരു കറക്റ്റായ പ്ലാനിങ് അവരുടെ മനസ്സിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വയനാട്ടിലെ ജനങ്ങളും ഈ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളും അതിൻ്റെ ഭാഗമാക്കാവും എന്നുള്ളതാണ് ഇപ്പം ഞാൻ നോക്കിയത്. ഈ പുത്തുമല ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചെറിയ നെഗറ്റീവ് അവിടെ നിൽക്കുന്നത്. അതാണ് ഈ ആശങ്ക ജനങ്ങൾക്ക് ഉണ്ടാക്കുന്നത്. ആ ആശങ്കയ്ക്ക് അപ്പുറം വലിയ ആശങ്ക വരേണ്ട സമയം സത്യം പറഞ്ഞാൽ ഈ ദുരന്തവുമായിട്ട്, ഈ ചുരമല ദുരന്തവുമായിട്ട് ആയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു പരിധി വരെ പിന്നെ ഈ വീടും ഈ പറഞ്ഞ സംവിധാനങ്ങളും സർക്കാരിന് ഈ പറഞ്ഞ ഒരു ഹ്രസ്വകാലത്തേക്ക് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ ആ പ്രശ്നങ്ങൾ തീരുമെന്നുള്ളത്. ഇപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം മുഖ്യമന്ത്രി പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഭക്ഷണ സാധനങ്ങൾ പിന്നെ ഫ്രീ ആയിട്ട് നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു പരിധിവരെ ആ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ടായിരുന്നു. അതിനകത്ത് ദുരന്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കേരളത്തിൻ്റെ മനസ്സാക്ഷി എന്നും ഈ പറഞ്ഞ ദുരിതം അനുഭവിക്കുന്നവരുടെ കൂടെയാണ് എന്നുള്ളതാണ് ഈ അടുത്ത കാലങ്ങളിൽ നമ്മളവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. മേപ്പാടി ഈ മതരാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങൾ അവിടെ എത്ര ആൾക്കാരാണ് ഇപ്പോഴും ഇന്നത്തെ ദിവസവും അവിടെ കഷ്ടപ്പെടുന്നത് നമ്മൾ കാണുകയാണ്. കാരണം ദുരന്തമുണ്ടായി അന്ന് രാത്രി മുതൽ, കാരണം അവിടുത്തെ അന്നൊന്നും രാത്രിയൊന്നും സർക്കാർ സംവിധാനങ്ങളല്ല അവിടെ വർക്ക് ചെയ്തിട്ടില്ല. ഒരു സർക്കാർ സംവിധാനവും അന്ന് അവിടെ നിന്ന് വർക്ക് ചെയ്തിട്ടില്ല. അന്ന് തുടങ്ങി ഈ സമയം വരെ അവിടുത്തെ ജനങ്ങളാണ്, അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളാണ് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സംവിധാനം ഈ പറഞ്ഞ ദുരിതാശ്വാസത്തിനും ഇനി ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് തന്നെ ഇവിടെ ഈ കോൾ സെൻറ്ററിൽ നമ്മൾ നമ്പർ ഓപ്പൺ ചെയ്ത സമയത്ത് ഇന്നിപ്പോൾ രാവിലെ എന്താണ് സംഭവിച്ചത്? ഇന്ന് രാവിലെ പറഞ്ഞത് നമ്മുടെ ഫർണിച്ചർ മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ അല്ലേ, അവരാണ് ഇന്ന് രാവിലെ പറഞ്ഞത് ഈ ദുരന്തം അനുഭവിച്ച വീടുകളിലേക്കുള്ള ഫർണിച്ചർ മുഴുവൻ ഞങ്ങൾ തരാൻ തയ്യാറാണ്. അത് മാത്രമല്ല പറഞ്ഞത്, അതിൽ എത്രയാണോ അവരുടെ വീട്ടിലുണ്ടായിരുന്നത്, എത്ര നഷ്ടപ്പെട്ടോ അതേ ക്വാളിറ്റിയിൽ അതേ ക്വാണ്ടിറ്റിയിൽ കൊടുക്കും. അല്ല, അപ്പോൾ ഞാൻ പറയുന്നത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കൊടുക്കാൻ മടിയുള്ളവരല്ല മലയാളികൾ എന്നുള്ളതാണ്. അപ്പം ആ ഒരു അങ്ങനെ മനസ്സിലുള്ള മലയാളികൾക്ക് ഈ പറഞ്ഞ 638 കുടുംബങ്ങളെ ഒരു കൈയുള്ളിൽ വെച്ച് കൊണ്ടു നടക്കാൻ ഒരു മടി ഉണ്ടാവില്ല എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള പ്രൊജക്റ്റുകൾ മുഴുവൻ അങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. ഇപ്പം എത്രയോ വീടുകൾ വെച്ച് തരാമെന്ന് പറഞ്ഞപ്പം രാഷ്ട്രീയ സംഘടനകൾ വെക്കുക. അപ്പോൾ കോൺഗ്രസ് പറയുന്നുണ്ട്, രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്, കർണാടക മുഖ്യമന്ത്രി പറയുന്നുണ്ട്, DYFI പറയുന്നുണ്ട്, KSU പറയുന്നുണ്ട്, വിവിധ മതസംഘടനകൾ പറയുന്നുണ്ട്, പിന്നെ നമ്മുടെ ലീഗ് പറയുന്ന കുഞ്ഞാലിക്കുട്ടി അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സംവിധാനങ്ങൾ വീട് വെച്ച് കൊടുക്കാം എന്നുള്ള സംവിധാനങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാം കൂടി കാൽക്കുലേറ്റ് തന്നെ വീടിൻ്റെ ഒരു കാര്യത്തിനകത്ത് ഏകദേശം ഒരു തീരുമാനമായി എന്ന് പറയുന്നത്. ലാൻഡിൻ്റെ കാര്യത്തിനകത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇത് പ്രൊജക്റ്റ് വൃത്തിയായി നോഡൽ സംവിധാനത്തിൽ നിന്ന് ഈ പ്രൊജക്റ്റ് വൃത്തിയായി നടത്തിക്കൊണ്ട് പോകാം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി അങ്ങോട്ടുണ്ടാകുന്ന ഇതിൻ്റെ കാലതാമസം കുറയ്ക്കാനുള്ള ഒരു നടപടിയാണ് എത്രയും വേഗം സ്വീകരിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറയുന്നത് ഒരു ദിവസം എന്ന് പറയുന്നത് ഒരു ദിവസമാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു 10 ദിവസത്തിനുള്ളിൽ 15 ദിവസത്തിനുള്ളിൽ എന്ന് പറയുന്നതിനേക്കാളും അപ്പുറം ഒരു 2-3 ദിവസം നിങ്ങൾ ഒരു മാസ്റ്റർ പ്ലാനിൻ്റെ സമയം ഒരു 7 ദിവസത്തിനപ്പുറം പോകരുത് എന്ന് നിശ്ചയിച്ച് കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ ഒരു വ്യാപ്തി വളരെ കുറയുമെന്നുള്ള ഈ ഡിസ്കഷനുള്ള വഴി നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ ആ ഡിസ്കഷൻ പല വഴിക്ക് പോകും.
ആ ഡിസ്കഷനുള്ള വഴി നമ്മൾ ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല. കാലതാമസം കൊടുത്തതിന് ശേഷം ആ ഡിസ്കഷനുള്ള ഒരു വഴി ഉണ്ടാക്കി കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അത് നമുക്ക് അതിനകത്ത് അജണ്ട സെറ്റ് ചെയ്യുന്ന ഒരു ഇപ്പം നമ്മൾ തന്നെ അനൗൺസ് ചെയ്തതിന് ശേഷം പല ആൾക്കാർ പല അഭിപ്രായങ്ങളാണ് പറയുന്നത്. അപ്പം നമ്മുടെ മനസ്സിലുള്ളത് ജെന്യുവിനായി സത്യസന്ധമായ ഒരു അഭിപ്രായം നമ്മൾ പറയുന്നു, അതിനോട് ഗവൺമെൻറ്റിൻ്റെ സഹകരണം നമ്മൾ ചോദിക്കുന്നു, ആ സഹകരണത്തോടു കൂടി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പം ഇതിനകത്തും നമ്മുടെ മുന്നിൽ നമുക്കൊരു പ്രത്യേക അജണ്ടകളൊന്നുമില്ല. അപ്പം ഇപ്പം ഞാൻ ഇന്ന് സംസാരിക്കുന്ന ഒരു ഭാഗത്തിനകത്ത് കുറച്ച് ആൾക്കാർ പറയുന്നത് കേട്ടോ, ആൻഡോ അവിടെ 150 ഏക്കർ സ്ഥലം കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ചുറ്റും കിടക്കുന്ന സ്ഥലത്തിന് ആൻഡോയ്ക്ക് ആയിട്ട് എനിക്കവിടെ ചുറ്റും സ്ഥലമില്ല. ഞാൻ ഇന്ന സ്ഥലത്ത് പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഏത് സ്ഥലമാണോ പറയുന്നത് ആ സ്ഥലം ഞാൻ വാങ്ങിത്തരാം, അല്ലെങ്കിൽ റിപ്പോർട്ടർ TV വാങ്ങിത്തരാമെന്നേ പറഞ്ഞിട്ടുള്ളൂ. നമ്മളങ്ങനെ ഒരു സ്ഥലം എടുത്തു കൊടുക്കാമെന്നോ അല്ലെങ്കിൽ എൻ്റെ ഒരു 500 ഏക്കർ സ്ഥലമുണ്ട്, അതിൻ്റെ അകത്തൊരു 150 ബാക്കി 400 അവിടെ കിടന്നോട്ടെ എന്നൊന്നും ഞാനെവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ ചിന്തയാണ് ഇത്. ഒരാൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുന്ന സമയത്ത് ആ നല്ല കാര്യം അവൻ്റെ എന്തോ ആവശ്യത്തിന് വേണ്ടിയാണെന്ന് ചിന്തിക്കുന്ന ഒരു ശതമാനമെങ്കിലും ആൾക്കാരുണ്ടാവും. അവർ നമ്മളെ നമ്മളെ ക്രൂശിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പം നമ്മൾ 90% ആൾക്കാർ നല്ലത് പറയുമ്പോൾ 10% നേരെ ഓപ്പോസിറ്റ് പറയും. അവരുടെ മാർക്കറ്റ് അതാണ്. നേരെ ഓപ്പോസിറ്റ് പറയുന്നതാണ് അവരുടെ മാർക്കറ്റ്. അവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, അതിനെ നമുക്ക് ബാധിക്കുന്നതല്ല. എങ്കിൽ കൂടെ ഞാൻ പറഞ്ഞത് അങ്ങനെ ഉണ്ടാകുന്ന സംസാരങ്ങളെ അത് ഗവൺമെൻറ്റും ചെയ്യുമ്പോൾ അങ്ങനെ ഉണ്ടാവുമല്ലോ. ഗവൺമെൻറ് ചെയ്യുമ്പോൾ ഗവൺമെൻറ്റിനെതിരായിട്ടാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള സംസാരങ്ങളെ ഏറ്റവും കുറച്ച് കൊണ്ടുവരണമെങ്കിൽ അതിൻ്റെ സ്പീഡ് വളരെ കൂട്ടണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്നുള്ള നിലയ്ക്ക് ഈ പറഞ്ഞ പ്രൊജക്റ്റുകൾ എന്താണോ സർക്കാർ ചെയ്യാൻ പോകുന്നത് എത്രയും പെട്ടെന്നുള്ള നിലയ്ക്ക് ആ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക, അതിനെ അവരിലേക്ക് എത്തിക്കുക എന്നുള്ളത്. ഞാൻ പറയുന്നത് 1 മാസം കഴിഞ്ഞിട്ട് നമ്മൾ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുക, അതിനനുസരിച്ചിട്ടുള്ള സംവിധാനം ചെയ്യുന്ന പറഞ്ഞാൽ ഈ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആകാൻ 1 മാസം കൂടെ നീളും എന്നുള്ളതാണ്. ഇന്ന് തുടങ്ങി ഇത്ര നാളും കൊണ്ട് തീരും. 1 മാസം കഴിഞ്ഞ് തുടങ്ങിയാൽ 1 മാസം കഴിഞ്ഞ് അത്രയും നാളും കൂടെ നീളും. അത് കാരണം ഒരു മിനിമം പ്രൊജക്റ്റ് സമയമുണ്ടല്ലോ. അപ്പോൾ അത്രയും സമയം കളയാതെ എത്രയും നേട്ടത്. കാരണം നമ്മൾക്ക് സംഭവിക്കേണ്ടത് സംഭവിച്ചു കഴിഞ്ഞു. ഇനി അവിടെ നടക്കുന്നത് എന്താണ്? ഇനി അവിടെ നടക്കേണ്ടത് അവിടെ സിസ്റ്റം വർക്ക് ചെയ്യാൻ തുടങ്ങി ഇല്ലേ. ADGPൻ്റെ നേതൃത്വത്തിൽ ഇന്ന് നമ്മൾ കാണുന്നതാണ്. ADGPൻ്റെ നേതൃത്വത്തിൽ അവിടെ തെരച്ചിൽ നടക്കുന്നു, ആർമീൻ്റെ നേതൃത്വത്തിൽ തെരച്ചിൽ നടക്കുന്നു, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തെരച്ചിൽ നടക്കുന്നു, അതുതന്നെ പോലീസിൻ്റെ NDRFൻ്റെ. അപ്പോൾ ഇപ്പോൾ അവിടെ സന്നദ്ധ സംഘടനകൾക്ക് വളരെ കുറവാണ്. കാരണം ഇപ്പം സിസ്റ്റമാണ് വർക്ക് ചെയ്യുന്നത്, ഗവൺമെൻറ് സിസ്റ്റമാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഭാഗത്ത് കൂടെ നടന്നോളൂ. അതിന് ഇനി ഒരു പ്രത്യേക സംഘത്തെ അവിടെ 2 മിനിസ്റ്റേഴ്സ് നിൽക്കുകയാണ്. ഇപ്പം രാജ മിനിസ്റ്റർ ആണെങ്കിലും റിയാസ് മിനിസ്റ്റർ ആണെങ്കിലും അതുപോലെ OR കേളു മിനിസ്റ്റർ ആണെങ്കിലും അതുപോലെ തന്നെ ശശിധര മിനിസ്റ്റർ ആണെങ്കിലും ഇവർ 4 പേരും ഇവിടെ ക്യാമ്പ് ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്രയും ദിവസങ്ങളായി, ഇപ്പോൾ 7 ദിവസമല്ല ഇന്ന് 7 ദിവസങ്ങളായിട്ട് എല്ലാ കാര്യങ്ങളും ക്രോഡീകരിച്ച് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഒരു സിസ്റ്റത്തിന് പുറത്തേക്ക് മാറി വേറൊരു ടീമിനെ ഡെവലപ്പ് ചെയ്ത് മറ്റുള്ള കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പരിധി വരെ ഇപ്പോൾ ഗവൺമെൻറ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സദുദ്ദേശത്തോടു കൂടിയും വൃത്തിയായും തന്നെയാണ്. ഇപ്പം പല നമ്മളിപ്പോൾ ഈ CMDRF ഫണ്ടിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ പറയുന്നത് CMDRF ഫണ്ടിലേക്ക് പണം കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പ്രൊമോഷൻസ് ആണോ ചെയ്യേണ്ടത് ആ പ്രൊമോഷൻസ് മുഴുവൻ റിപ്പോർട്ടർ TVയുടെ ഭാഗത്ത് ചെയ്യും എന്നുള്ളതാണ്. എന്തൊക്കെ ചെയ്യാനുണ്ടോ? കാരണം നമ്മളൊരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് ഫോക്കസ് ചെയ്തൊരു പ്രോഗ്രാമേ നമ്മുടെ മുന്നിലില്ല. CMDRFിലേക്ക് എത്ര ഫണ്ട് ആരൊക്കെ കൊടുക്കാൻ പറ്റുമോ അവരൊക്കെ കൊടുക്കുക. കാരണം അത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അക്കൗണ്ടാണ്. ആ അക്കൗണ്ടിലേക്ക്, കാരണം നമുക്കൊരു ദുരിതം വന്നാൽ നമ്മുടെ അക്കൗണ്ടിൽ ഫണ്ടിൽ പിന്നെ എവിടെ നിന്ന് എടുത്ത് കൊടുക്കാൻ പറ്റും? അതിലേക്ക് എത്രയും പെട്ടെന്ന് കാരണം 3.5 കോടി 4 കോടി 3.25 കോടി ജനങ്ങളുള്ള സ്ഥലത്ത് നിന്ന് ഒരാൾ 10 രൂപ ഇട്ടാൽ എത്ര എത്തും എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. 10 രൂപ ഇടുന്ന ആളെയും 1 രൂപ ഇടുന്ന, കാരണം ഒരു QR കോഡ് സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ Google Pay വഴി 1 രൂപ ഈ സമയത്ത് ഈ CMDRF അക്കൗണ്ടിലെത്തും എന്നുള്ളതാണ്. അപ്പം 1 രൂപ ഇട്ടിട്ടുണ്ടെങ്കിൽ 3.5 കോടി ജനങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ 3.5 കോടിയാണ് നടക്കണം. നമ്മൾ 10 രൂപ ഇട്ടാൽ എത്രയാണ്? 35 കോടിയാണ്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ നമ്മളതിനെ പ്രൊമോട്ട് ചെയ്യണം എന്നുള്ളതാണ്. 100 രൂപ ഇടാൻ പ്രൊമോട്ട് ചെയ്യണം, 10 രൂപ ഇടാൻ പ്രൊമോട്ട് ചെയ്യണം. കേരളത്തിൽ ഒരാൾ പോലും പൈസ ഇടാത്ത ഒരാളുണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. ഏറ്റവും താഴെ കിടന്ന ഒരു ഭിക്ഷക്കാരന് വരെ 10 രൂപ ഇടാൻ പറ്റും ആ അക്കൗണ്ടിൽ. അങ്ങനെ ആ കാര്യത്തെ പ്രൊമോട്ട് ചെയ്യണം. ഇത് ഈ പ്രൊജക്റ്റിന് വേണ്ടി മാത്രമാകരുതെന്നാണ് ഞാൻ പറയുന്നത് അരുൺ. കാരണം നമ്മുടെ കയ്യിൽ, കാരണം ഇത് ഒരു വയനാട് പ്രൊജക്റ്റിന് വേണ്ടി മാത്രം ഇപ്പം പല ചർച്ചകളും വരുന്നത് കണ്ടു. എത്രയാണ് ഈ പറഞ്ഞ വയനാട് ദുരന്തവും പറഞ്ഞ് ഇപ്പം മേടിച്ച പണങ്ങൾ മുഴുവൻ വയനാട് ദുരന്തത്തിന് വേണ്ടി മുടക്കണം എന്ന് പറയും. അങ്ങനെ ചെയ്യാനേ പാടില്ല. കാരണം നമുക്കൊരു ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോഴേ നമ്മുടെ അടുത്ത് പൈസ വരുള്ളൂ അല്ലേ. നമുക്ക് ഫ്ലഡ് ഉണ്ടായ ഫ്ലഡിൻ്റെ സമയത്ത് നമുക്ക് ഫണ്ട് വന്നു, ആ ഫണ്ട് ഇന്നും അക്കൗണ്ടിലുണ്ടാവും, ബാക്കി വന്ന പൈസകളുണ്ടാവും നമുക്ക്. അല്ലാതെ നമ്മൾ ഒരു ഇഷ്യൂ ഇല്ലാതെ നല്ലൊരു ഓണക്കാലത്ത് ഒരു CMDRFിലേക്ക് പൈസയ്ക്ക് ആരോടും ചോദിച്ചാൽ ആരെയും തരുമോ?
ഒരാളും തരില്ല. അപ്പോൾ നമ്മുടെ മുന്നിൽ ഒരു ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അതിനെ എല്ലാവരോടും പറഞ്ഞ് 1 രൂപയെങ്കിലും 1 രൂപ അല്ലെങ്കിൽ 10 രൂപ 100 രൂപയോ 1000 രൂപയോ എത്രയാണോ അത്ര കേരളത്തിലെ ഒരാൾ പോലും ഈ പറഞ്ഞ അക്കൗണ്ടിലേക്ക് പൈസ ഇടാത്ത ആൾക്കാർ. കാരണം നമ്മൾ വീട്ടിൽ പിന്നെ പണം സ്വരൂപിക്കില്ലേ, നമ്മളൊരു 5 പേരുള്ളൊരു വീട്ടിൽ നമ്മളൊരു ആവശ്യത്തിന് വേണ്ടി പണം സ്വരൂപിച്ച് വെക്കില്ലേ. നമ്മൾ ഒരു 6 മാസം മുന്നേ കഴിഞ്ഞിട്ട് ഒരു കല്യാണം നമുക്കുണ്ട്, നമ്മളെങ്ങനെയാണ് സ്വരൂപിക്കുക? നമ്മൾ കല്യാണത്തെ തലേദിവസമാണ് സ്വരൂപിക്കുക. നമ്മൾ എത്രയോ നാൾ മുന്നേ സ്വരൂപിക്കും. നമുക്കൊരു ഓപ്പറേഷൻ വന്നു, നമ്മൾ അടുത്ത മാസം 20-ാം തീയതി നമുക്കൊരു ഓപ്പറേഷനാണ് നമ്മൾ നിശ്ചയിക്കുകയാണെങ്കിൽ ഓപ്പറേഷന് വേണ്ട പണം നമ്മൾ ഇന്നേ സ്വരൂപിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു ഡിസാസ്റ്റർ വരുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു ദുരന്തം വരുന്നുണ്ട്, ആ വരും. നമ്മളിപ്പോൾ ഒരു ദുരന്ത സ്റ്റേറ്റായി മാറുന്നുണ്ട്, ഈ പറഞ്ഞ ഡിസാസ്റ്റർ സ്റ്റേറ്റായിട്ട് മാറുന്നുണ്ട്. എല്ലാ വർഷവും നമുക്ക് ഉരുൾപൊട്ടലുണ്ട്, വെള്ളപ്പൊക്കമുണ്ട്, അങ്ങനെ പല ഇഷ്യൂസും ഉണ്ട്. അപ്പം ആ സ്റ്റേറ്റിന് വേണ്ട ഫണ്ട് കളക്ട് ചെയ്യുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ കേരളീയരെ സംബന്ധിച്ചിടത്തോളം, ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. അപ്പോൾ അതിലേക്ക് എത്ര ഫണ്ട് കൊണ്ടുവരാൻ പറ്റുമോ ആ ഫണ്ട് പാക്കേജ് ഉണ്ടാക്കും. അതിലൊക്കെ മുഖ്യമന്ത്രി പറയുന്നതിൻ്റെ 100% കൂടെയാണ് നമ്മളെന്നുള്ള പോലെ നമ്മുടെ മാധ്യമപ്രവർത്തകർ മുഴുവൻ അങ്ങനെയാണ്, നമ്മുടെ ട്രിപ്പിൾ TV അങ്ങനെയാണ്, എല്ലാവരും അങ്ങനെയാണ്, ഞാൻ പ്രത്യേകിച്ച് നമ്മളെല്ലാവരും അങ്ങനെയാണ്. അപ്പം ആ ഒരു ലെവലിലേക്ക് ഈ പറയുന്ന ഡിസാസ്റ്റർ അതിന് വേണ്ടിയിട്ട് പ്രത്യേക ഓഡിറ്റിംഗ് ഒന്നും ആവശ്യമില്ല. അതിനകത്ത് വരുന്ന ഫണ്ട് അതിന് ആവശ്യങ്ങൾക്കല്ലേ യൂസ് ചെയ്യുള്ളൂ. നമുക്ക് അതിന് കറക്റ്റായിട്ടുള്ള അക്കൗണ്ടബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. ഈ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഹ്രസ്വകാല പദ്ധതി എത്രയും പെട്ടെന്ന് നടപ്പിലാക്കാനുള്ള കാര്യങ്ങൾ ഗവൺമെൻറ് ചെയ്യണം. അതുപോലെ തന്നെ ഈ പറഞ്ഞ പിന്നെ ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട പദ്ധതിക്ക് ഇനി സമയം ഡിലേ ഉണ്ടാകാതെ ഒരു ദിവസം മുന്നേ അത് ഗവൺമെൻറ്റിന് അനൗൺസ് ചെയ്യാൻ പറ്റിയാൽ അത് വലിയ പിന്നെ മാറ്റം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവും, ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ ഗവൺമെൻറ് എങ്ങനെയാണ് പ്ലാൻ ചെയ്തത് നമുക്കറിയില്ല, നമ്മളിപ്പോൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു പ്ലാൻ നമുക്ക് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. പുനരധിവാസം ഉടൻ സാധ്യമോ എന്നാണ് ചോദ്യം. തീർച്ചയായിട്ടും ഉടൻ സാധ്യമാക്കേണ്ടതാണ് എൻ്റെ നിലപാട്. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 7ാമത്തെ ദിവസത്തെ തെരച്ചിൽ. ആ തെരച്ചിൽ ഇന്ന് മൃതശരീരങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ല എന്നത് ഓർമ്മിക്കണം. സർക്കാരിൻ്റെ കണക്കനുസരിച്ച് ഇനി 152 മനുഷ്യരെയാണ് കണ്ടുകിട്ടാനുള്ളത് ഔദ്യോഗികമായി. 224 മരണം സ്ഥിരീകരിച്ചു. ഇന്നൊരു ഡെഡ് ബോഡിയും കണ്ടുകിട്ടിയില്ല എന്ന് പറഞ്ഞാൽ നാളെയും സമാനമായ സാധ്യത നമ്മൾ പ്രതീക്ഷിക്കണം. ഏറ്റവും ദുഷ്കരമായ സ്ഥലത്താണ് ഇന്ന് തെരച്ചിൽ നടത്തിയത്. സൺറൈസ് വാലിയിലാണ്. ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിലായിരുന്നു. അതിലും ബോഡി കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തെരച്ചിലിൽ ഇനി കൂടുതൽ ബോഡി കണ്ടെത്താൻ സാധിക്കുമോ എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. ഒരുപക്ഷെ 5-10 ബോഡികൾ കൂടി കണ്ടെത്താൻ സാധിക്കുമായിരിക്കും. അതവിടെ നിൽക്കട്ടെ. പക്ഷേ പുനരധിവാസത്തിലേക്ക് പോകുമ്പോഴുള്ളൊരു ഒരു പോസിറ്റീവായിട്ടുള്ള ഘടകമായി എനിക്ക് തോന്നുന്നത് 7 ദിവസം കൊണ്ട് നമ്മൾ CMDRFിൻ്റെ ഫണ്ടിലേക്ക് ശേഖരിച്ചിരിക്കുന്നത് 53,98,52,942 രൂപയാണ്. ഇത് പ്രളയം കഴിഞ്ഞാലുള്ളൊരു റെക്കോർഡാണ്. 7 ദിവസം കൊണ്ട് 53 കോടി രൂപ, 54 കോടി രൂപയ്ക്കടുത്ത് നമുക്ക് സമാഹരിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് നേരത്തെ ആൻറ്റോഗേഷൻ പറഞ്ഞതുപോലെ ഈ കേരളത്തിലെ ഓരോ മനുഷ്യനും അതിൻ്റെ ഭാഗമായി തീരുന്നു എന്നുള്ളതാണ്. അപ്പോൾ പണം ഇനിയൊരു പ്രശ്നമല്ല. ഇനി നമുക്ക് വേണ്ടതൊരു പ്ലാനാണ്. ആ പ്ലാൻ സർക്കാരിൻ്റെ മുന്നിലുള്ളത് ഒരു 30 ദിവസത്തിനുള്ളിൽ ഇവരെ പരമാവധി വാടക വീടുകളിലേക്ക് മാറ്റുക. പക്ഷെ അവിടെയാണ് നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യം, 648 വീടുകൾ സാധ്യമാണോ എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. തീർച്ചയായിട്ടും അത് കണ്ടെത്തേണ്ടതുണ്ട്. അതിന് നമ്മളടക്കമുള്ളൊരു ക്യാമ്പയിൻ ആരംഭിക്കുകയും ചെയ്യും. പക്ഷെ ഒരു ഗുരുതരമായ പ്രശ്നമുള്ളത്, നമ്മളിത് പറഞ്ഞത് ഈ സർക്കാർ ധനസഹായം കൊടുക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. അതിലിപ്പോഴും ഈ പോക്കറ്റ് മണിയുടെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. കാര്യം ഈ ദിവസങ്ങൾ ഇങ്ങനെ നീണ്ടുപോകുമ്പോൾ ആശങ്കയിലും അനിശ്ചിതത്വത്തിലും മനുഷ്യൻ കഴിയുന്ന സമയത്ത് അവരവരുടെ ദൈനംദിനമായിട്ടുള്ള ചിലവുകളെല്ലാം ക്യാമ്പിൽ നടക്കും. അതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ അതല്ലാതെ അവരുടെ കയ്യിലൊരു ഉറപ്പാണല്ലോ, ഒരു ക്യാഷ് എന്ന് പറഞ്ഞൊരു കറൻസി എന്ന് പറഞ്ഞൊരു കോൺഫിഡൻസ് കൂടാ. ഒരു 500 അല്ലെങ്കിൽ ഒരു 100 രൂപ 500 രൂപ നിങ്ങളുടെ കയ്യിലെടുക്കാനുണ്ടെന്നുള്ളൊരു കോൺഫിഡൻസ് ആണെന്നൊരു തിരിച്ചറിവ് കൂടിയുണ്ട്. ഇനി ആ ഘട്ടത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആവർത്തിച്ചു പറയുന്നത് ഈ പോക്കറ്റ് മണി ഉടൻ തന്നെ ഈ ആളുകൾക്ക് റിലീസ് ചെയ്യുക എന്നുള്ളതാണ്. 54 കോടി രൂപ നമ്മൾ സമാഹരിച്ചു കഴിഞ്ഞു. ഇനി അതിനകത്തൊരു താമസം ഉണ്ടാവരുത്. വലിയ കോമ്പൻസേഷനൊക്കെ നമ്മൾ രേഖാമൂലം നമുക്ക് കൊടുക്കാം. ഇപ്പോൾ എന്തായാലും ക്യാമ്പിൽ കഴിയുന്ന ആളുകൾക്കൊരു രജിസ്റ്റർ ഉണ്ടാവുമല്ലോ. ആ രജിസ്റ്റർ കുടുംബത്തിലെ രജിസ്റ്റർ ഉണ്ടാകുമല്ലോ. അതുകൊണ്ട് തന്നെ ഒരു കുടുംബത്തിന് മിനിമം 5000 രൂപയെങ്കിലും വെച്ചൊരു പോക്കറ്റ് മണി ഉടൻ റിലീസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇമ്മീഡിയറ്റ്ലി ചെയ്യേണ്ട ഒരു കാര്യമാണ്. രണ്ടാമത്തേതാണ് ഈ വാടക വീടുകൾ കണ്ടെത്തുക. പക്ഷേ വാടക വീടുകൾ കണ്ടെത്തുമ്പോഴുള്ളൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് 668 വീടുകൾ കണ്ടെത്താൻ ആ 10 കിലോമീറ്റർ പരിസരത്ത് ബുദ്ധിമുട്ടായിരിക്കും. കാര്യം ഇവിടെ ഹോം സ്റ്റേ നടത്തുന്ന ആളുകൾ ആ ഹോം സ്റ്റേ ഒഴിവാക്കിയിട്ട് എന്തായാലും ചെയ്യാൻ പോകുന്നില്ല. കാരണം വീക്കെൻഡുകളിൽ അവർ ആ വരുമാനം മാത്രം ഉദ്ദേശിച്ചാണ് നിൽക്കുക. മാത്രവുമല്ല 2019 ശേഷം വലിയ രീതിയിൽ, പ്രത്യേകിച്ച് കോവിഡിന് ശേഷം വലിയ രീതിയിൽ അവിടെ ഹോം സ്റ്റേകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. ആളുകളുടെ വരവും കൂടിയിട്ടുണ്ട്. ഒരു വലിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി മാറി. 15,000 രൂപ മുതൽ 20,000 രൂപ വരെ ഹോം സ്റ്റേക്ക് സമ്പാദിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുതലാണ്, പ്രത്യേകിച്ച് ഈ മേപ്പാടി പരിസരത്ത്. അതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട്
5000 രൂപ വാടക നിശ്ചയിച്ചാൽ പോലും വീടുകൾ കൂടുതൽ കണ്ടെത്താനുള്ള സാധ്യത കുറയുന്നുണ്ട്. മൂന്നാമത്തെ ഒരു ചലഞ്ച് എന്ന് പറയുന്നത് ഇവർ പലരും ഈ എസ്റ്റേറ്റിൽ പണിയെടുക്കുന്ന തൊഴിലാളികളാണ്. ആ എസ്റ്റേറ്റിൻ്റെ പരിസരത്ത് നിന്നും ഇവരെ മാറ്റിപ്പാർപ്പിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇവരുടെ ലിവ്ലിഹുഡ് എന്ന് പറയുന്നത് വലിയ പ്രശ്നമായി തീരും. ഇങ്ങനെ 3 പ്രശ്നങ്ങൾ ഇവരുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് പരമാവധി അവരുടെ തൊഴിലിടങ്ങളിൽ തന്നെ അവർക്ക് ഒരു പുനരധിവാസം സാധ്യമാവണം. ഏകദേശം 1 വർഷം എടുക്കും നമ്മുടെ ഈ പ്രോജക്റ്റ് പൂർത്തിയാക്കാൻ. അടുത്ത ഓണത്തിനായിരിക്കും നമ്മളിത് കൈമാറുക. നമ്മളാണെങ്കിൽ സർക്കാരാണെങ്കിലും ഒരുപക്ഷെ ഓണം വരെ എടുക്കാം എന്ന് നമ്മൾ കരുതിയാൽ പോലും. അപ്പോൾ ആ 1 വർഷം ഒരുമിച്ച് ജീവിച്ചിരുന്ന മനുഷ്യരെ സ്കാറ്റേർഡായിട്ട് വിടുന്നതിലുണ്ടാവുന്ന വെല്ലുവിളികളുമുണ്ട്. ഈ വെല്ലുവിളികളെ സർക്കാരിന് അഡ്രസ്സ് ചെയ്യാൻ സാധിക്കണം. അതുകൊണ്ട് സർക്കാർ ഉടനടി തന്നെ ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. സർക്കാർ ഏകോപനം വളരെ കൃത്യമായിട്ട് പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഉടനടി സർക്കാർ ആ നടപടികളിലേക്ക് കടക്കണം. ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതിനിടയിൽ ചില വിവാദങ്ങൾ ഉണ്ടാവുന്നുണ്ട്. കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവനയുണ്ടാവുന്നു. സംസ്ഥാനത്ത് അതിന് മറുപടി പറയേണ്ടി വരുന്നു. മറ്റൊരു മാധ്യമം ഈ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയെ കോട്ട് ചെയ്തുകൊണ്ട് ഈ ശാസ്ത്രലേഖനങ്ങൾ, തെറ്റായ ലേഖനങ്ങൾ, പേടി ലേഖനങ്ങൾ എഴുതാൻ പ്രേരിപ്പിക്കുന്നു തുടങ്ങിയ വിവാദങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ ഈ ഘട്ടത്തിൽ നിർഭാഗ്യകരമാണ് എന്ന് മാത്രമേ നമ്മൾ ഇപ്പോൾ പറയുന്നുള്ളൂ. കാരണം ഇതിന്മേലുള്ള ഏതൊരു ചർച്ചയും നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പുനരധിവാസമാണ്. ഇപ്പോൾ വളരെ പെട്ടെന്ന് അതിനെ താളം തെറ്റിക്കുമെന്നുള്ളത് കൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ചില കാര്യങ്ങൾ നമുക്ക് പിന്നീട് സൂചിപ്പിക്കാനുണ്ട്. അത് അടുത്ത ഘട്ടത്തിൽ നമുക്ക് സൂചിപ്പിക്കാം, അല്ലേ സ്മൃതി? അതാണ് ഔചിത്യം എന്നുള്ളൊരു കാര്യമുണ്ട്. ഇപ്പോൾ അത് പറയേണ്ട സമയമല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ വീട് ഒരുക്കുന്ന കാര്യത്തിലൊക്കെ ഇനി സമയം പ്രധാനമാണ്. വളരെ വേഗത്തിൽ കാര്യങ്ങൾ നീക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ക്യാമ്പുകളിലാണെങ്കിൽ തന്നെ ഇപ്പോൾ ഇത്രയും ദിവസത്തെ അവസ്ഥ ഇപ്പോൾ ഇന്നത്തെ ദിവസമാകുമ്പോഴേക്കും ചില മാറ്റങ്ങളൊക്കെ ചിലർക്കെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ട്. അതൊരു വലിയ പരാതിയായിട്ടൊന്നുമല്ല അവർ പറയുന്നത് കേട്ടോ. അവർ പറയുമ്പോൾ തന്നെ വളരെ വിഷമത്തോടെ ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടുന്നുണ്ട്, നല്ല വസ്ത്രം കിട്ടുന്നുണ്ട്. പക്ഷെ അപ്പോഴും നേരത്തെ ഉണ്ടായിരുന്ന വളണ്ടിയർമാരൊക്കെ മാറുമ്പോൾ അവരോടുള്ള സമീപനത്തിൽ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ അതൊരു ആശങ്കയാണ്. പിന്നെ ഈ ബാത്റൂം സൗകര്യം നമ്മൾ സ്കൂളിലെ ക്യാമ്പുകളാകുമ്പോൾ എത്രയായാലും അവിടുത്തെ സ്കൂളുകളിലെ ബാത്റൂംസ് ആണല്ലോ, അതിൻ്റെ വലിപ്പം, അവിടെ ടോയ്ലറ്റ് സൗകര്യത്തിന് മാത്രമുള്ള ബാത്റൂം, അപ്പോൾ അവിടെ തന്നെ കുളിക്കേണ്ടി വരുന്നു. അതൊക്കെ അവരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ ചർച്ചയിൽ പങ്കെടുത്ത വ്യക്തി മുഹമ്മദ് റാഷിദ് പറഞ്ഞ അനുസരിച്ചാണ്. പിന്നെ ഇവർ പറഞ്ഞത് പുനരധിവാസം ഒരു വീട് ഒരുക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ ഞങ്ങൾ ഈ തോട്ടം തൊഴിലാളികളാണ്. ഞങ്ങളെ സംബന്ധിച്ച് വളരെ ദൂരേക്ക് ഇപ്പോൾ കൽപ്പറ്റയ്ക്കൊക്കെയാണ് വീട് ശരിയാക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഞങ്ങളുടെ കുട്ടികളുടെ കാര്യത്തിലും ഇവിടെ വന്ന് തൊഴിൽ ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് എങ്ങനെയായിരിക്കും, എന്താണ് ഉദ്ദേശിക്കുന്നത്, ഈ ടൗൺഷിപ്പ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഈ ടൗൺഷിപ്പ് എന്ന് സർക്കാർ ഉദ്ദേശിക്കുന്ന എല്ലാം കൂടി ചേർന്നതാണ് എന്ന് പറയുമ്പോഴും അവർക്കത് ആ രൂപത്തിലത് അവരുടെ ഉള്ളിലേക്ക് എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അത് കുറച്ചുകൂടി വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഈ പറഞ്ഞ പോലെ വേഗത്തിലാക്കുന്നതിനിടയിൽ പോക്കറ്റ് മണി എന്നുള്ളത് ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിൽ ഒരു ചായ പുറത്തുനിന്ന് കുടിക്കാമെന്ന് വിചാരിച്ച് പോക്കറ്റിലേക്ക് കൈയിടുമ്പോൾ പോക്കറ്റിൽ പൈസ ഇല്ല എന്നുള്ള അവസ്ഥ, അത് ഇനി ഒരു വർഷത്തോളം അവർ അനുഭവിക്കേണ്ടി വരിക എന്നുള്ളത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമില്ല. അപ്പോൾ ഒരൊറ്റ രാത്രി കൊണ്ട് ജീവിതം മാറി മറിഞ്ഞവരാണ്. അത്രയും സെൻസിറ്റീവായി തന്നെ നമ്മളതിനെ കാണുകയും അവർ പറയുന്നതിനൊരു കുറ്റമായിട്ടല്ല, അവരൊരു വിഷമമായിട്ട് എടുത്തുകൊണ്ട് വളരെ വേഗത്തിൽ തന്നെ നടപടികളിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിപ്പോൾ നമ്മളിപ്പോൾ ഓരോ വിഷയം വരുമ്പോഴും അതാത് ഘട്ടങ്ങളിൽ അപ്പം തന്നെ ഒരു മന്ത്രിയെ കണക്ട് ചെയ്യുകയും ഒരു പരിഹാരത്തേക്ക് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ വിഷയം നമ്മൾ അങ്ങനെ തന്നെയാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ആളുകൾ ഇനിയും ഒരു പക്ഷേ ക്യാമ്പുകളുമായി ബന്ധപ്പെട്ട് ഒരുപാട് പരാതികൾ ഇനിയും വരാനുണ്ടായിരിക്കും. ആ പരാതികളെ ആ അർത്ഥത്തിൽ തന്നെ കേൾക്കുകയും വളരെ വേഗത്തിൽ തന്നെ പരിഹാരമുണ്ടാക്കുകയും താൽക്കാലിക താമസ സ്ഥലം എന്നുള്ളത് ഇപ്പോൾ സുജയ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ ഒരു വലിയ വീടാണെങ്കിൽ 2 കുടുംബത്തിൽ താമസിക്കാം. പക്ഷെ അങ്ങനെയല്ല. അവരെ സംബന്ധിച്ച് അവരുടെ മാനസികാവസ്ഥ എന്ന് വെച്ചാൽ ഞങ്ങളൊരു വീട്ടിൽ അതിൻ്റെ ഒരു സ്വകാര്യത, ഇപ്പോൾ ക്യാമ്പുകളിൽ പോലും എന്തുകൊണ്ടാണ് ബാക്കിയുള്ളവരെ അനുവദിക്കാത്തത്? അവരുടെ സ്വകാര്യത മാനിക്കണമെന്നുള്ളതുകൊണ്ടാണല്ലോ. അപ്പോൾ ഇതുവരെ താമസിച്ചിരുന്ന ഇപ്പോൾ നല്ല സൗകര്യത്തിലൊക്കെ ജീവിച്ച ആളുകൾക്ക് പെട്ടെന്നൊരു ദിവസം വേറൊരു അവസ്ഥയിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും സങ്കല്പിക്കാൻ പറ്റാത്തൊരു ജീവിതത്തിലൂടെ അവർ കടന്നു പോകുന്നത്. അപ്പോൾ ഒരു ചെറിയ കടമുറി പോലത്തെ ഒരു സംവിധാനമൊന്നും ആകാതെ വീട് എന്നൊരു സങ്കല്പം, ഒരു വലിയ അവസ്ഥയൊന്നും ആയിരിക്കില്ല, എന്നാൽ ഇപ്പോൾ ഒരു വീട് എന്ന് തോന്നുന്ന ഒരു രീതിയിലുള്ള കെട്ടിടമായിരിക്കണം. അങ്ങനെയുള്ള കെട്ടിടങ്ങൾ വാഗ്ദാനം ചെയ്യാനായിരിക്കണം ആളുകൾ വരേണ്ടത് എന്നുള്ളൊരു അഭ്യർത്ഥന കൂടെ നമ്മൾ ഈ ഘട്ടത്തിൽ വെക്കേണ്ടതെന്ന് തോന്നുന്നു. അതായത് അവർ താമസിച്ചൊരു വിശാലത. അതെ, അവർ പറയുന്നത് എന്താ വെച്ചാൽ 5 സെൻറ്റിലൊക്കെ വീടായിരിക്കാം, പക്ഷേ ഞങ്ങൾക്ക് അത്യാവശ്യം ചുറ്റും ഒരു തക്കാളിയും കറിവേപ്പിലയൊക്കെ വെക്കാനുള്ള ചെറിയൊരു സൗകര്യം ചുറ്റുവട്ടത്തുണ്ട്. ഞങ്ങൾ രാവിലെ ചെടിക്കൊക്കെ നനച്ചിട്ടാണ് തുടങ്ങുന്നത് ഒരു ദിവസം. അതങ്ങോട്ട് മാറി മറിഞ്ഞല്ലോ, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് ഇനി നാളെ എന്നറിയാത്തൊരു ബുദ്ധിമുട്ട് അവരെ സംബന്ധിച്ചുണ്ട്. നമുക്കൊരു ഇടവേള കഴിഞ്ഞ് വന്നല്ലോ. മീഡിയ എഡിറ്റേഴ്സ് തുടരുന്നു. ഉണ്ണി ബാലകൃഷ്ണൻ, നോക്കൂ, പുനരധിവാസം എന്ന് പറയുന്നത് വളരെ സുപ്രധാനമായ ഒരു പ്രശ്നമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എങ്കിൽ കൂടിയും
ഞാൻ വിചാരിക്കുന്നത് കേരളം ഒരു സമൂഹം എന്നുള്ള നിലയ്ക്കും സർക്കാർ ഒരു ഭരണ സംവിധാനം എന്നുള്ള നിലയ്ക്കും അടിയന്തരമായി ഈ സാഹചര്യത്തിൽ അഭിസംബോധന ചെയ്യേണ്ട ഒരു സാമൂഹ്യ വിഷയം കൂടി ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നമ്മൾ ഇത്രയും വലിയൊരു പ്രകൃതി ദുരന്തം നമ്മുടെ ഒന്നും ഓർമ്മയിൽ കണ്ടിട്ടില്ല, അല്ലേ? 100 കണക്കിന് മനുഷ്യരാണ് മരിച്ചത്. ഇപ്പോഴും അന്തിമ കണക്ക് എത്രയാണെന്ന് നമുക്കറിയില്ല. 1000-കണക്കിന് ആളുകളാണ് നിരാലംബരായിട്ടുള്ളത്. അപ്പോൾ ഇത്രയും വലിയൊരു പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോൾ ഈ പ്രകൃതി ദുരന്തത്തിൽ പെട്ട മനുഷ്യരുടെ ഒരു സാമൂഹിക നില നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ടല്ലോ. യഥാർത്ഥത്തിൽ വളരെ പിന്നാക്ക വിഭാഗങ്ങൾ, അല്ലേ, അതിദരിദ്രരായ മനുഷ്യർ, ഇപ്പോൾ കുടിയേറ്റക്കാരായിട്ടുള്ള ആളുകൾ, തോട്ടം തൊഴിലാളികളായിട്ടുള്ള ആളുകൾ, ദളിതരായിട്ടുള്ള ആളുകൾ, ആദിവാസികളായിട്ടുള്ള ആളുകൾ, ഈ മനുഷ്യരാണ് അവിടെ മരിക്കുകയോ നിരാലംബരാക്കപ്പെടുകയോ ചെയ്തിട്ടുള്ളത്. കേരളത്തിൻ്റെ ഒരു സവിശേഷത, ഏതെങ്കിലും ഒരു ഉരുൾപൊട്ടലിൽ അല്ലെങ്കിൽ ഒരു മലവെള്ളപ്പാച്ചിലിൽ ഒരു ഇടത്തരക്കാരൻ അല്ലെങ്കിൽ ഒരു മധ്യവർഗത്തിൽപ്പെട്ടയാൾ അല്ലെങ്കിൽ ഒരു ഉന്നത വിഭാഗത്തിൽപ്പെട്ട ഒരാളും മരിക്കാറില്ലല്ലോ. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഇത്രയും ദുർബലമായ ഒരു പ്രദേശത്തേക്ക് ഈ മനുഷ്യരൊക്കെ എത്തിപ്പെടുന്നു എന്നുള്ള യാഥാർത്ഥ്യമല്ലേ ഉള്ളത്. അത് കേരളത്തിൻ്റെ ഒരു ഭൂരാഹിത്യത്തിൻ്റെ പ്രശ്നമാണ്. കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ നോക്കൂ, നമുക്കറിയാമല്ലോ, ഇപ്പോൾ പെട്ടിമുടിയിലാണെങ്കിലും പുത്തുമലയിലാണെങ്കിലും ഇപ്പോൾ ഈ പറയുന്ന ചൂരൽമലയിലാണെങ്കിലും മുണ്ടക്കയിലാണെങ്കിലും ഒക്കെ വളരെ ദരിദ്രരായ മനുഷ്യർ അവരുടെ ഒരു ജീവിതകാലം കൊണ്ട് സമ്പാദിക്കുന്ന പൈസ വെച്ച് സ്ഥലം വാങ്ങിച്ച് വീട് വെക്കുന്ന മനുഷ്യരാണ്. അവരെവിടെയാണ് ഈ സ്ഥലം വാങ്ങിക്കുന്നത്? ഇപ്പോൾ ഈ ലയങ്ങളിൽ എന്ന് പറയുന്ന അവിടെ താമസിക്കുമ്പം അവിടുത്തെ ആ കോൺട്രാക്ട് വർക്ക് കഴിഞ്ഞാൽ പിന്നെ അവർ ആ സ്ഥലം വിട്ടു കൊടുക്കണമല്ലോ, അവർക്കത് സ്വന്തമല്ല. അപ്പോൾ അവിടെയൊക്കെ ആയുഷ്കാലം പണിയെടുത്തിട്ട് അവരുണ്ടാക്കുന്നത് വളരെ ചെറിയ പൈസയാണ്. ആ ചെറിയ പൈസയ്ക്ക് ഒരു കാരണവശാലും മേപ്പാടി മുതൽ ഊട്ടി വരെയുള്ള ഹൈവേയുടെ പരിസരത്ത് ഭൂമി വാങ്ങിക്കാൻ കഴിയില്ലല്ലോ, എന്തായാലും കഴിയില്ല. അപ്പോൾ പിന്നെ എന്താ അവർ ചെയ്യുക? അവർ ഈ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ പോയിട്ട് ഈ മലയുടെ ഓരത്തൊക്കെ ഭൂമി വാങ്ങിച്ചിട്ട് അവിടെയാണ് താമസിക്കുക. അവർക്ക് നന്നായി അറിയാമെന്നേ ഏതെങ്കിലും ഒരു ദിവസം ഈ മല പൊട്ടും, ഈ ഉരുൾ പൊട്ടും എന്നറിയാം. ഇപ്പം നമ്മൾ വെള്ളാർമലയിലെ സ്കൂൾ കുട്ടികൾ എഴുതിയിട്ടുള്ള കഥകളുണ്ടല്ലോ, ആ മാഗസിനിൽ എഴുതിയിട്ടുള്ള കഥകളിനകത്ത് അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. മലവെള്ളപ്പാച്ചിലിൽ ഞങ്ങൾ ഒലിച്ചുപോയി എന്നൊക്കെയാണ് അവരുടെ ആ ഇമേജറീസ് വരുന്നത്. അപ്പം ആ ദുരന്തമുണ്ടാകുമെന്ന് ഉത്തമ ബോധ്യത്തോടുകൂടി ആ ഭീതിയിൽ തന്നെയാണ് ഈ മനുഷ്യരെല്ലാം ഈ മലമ്പ്രദേശത്ത് പോയി ഭൂമി വാങ്ങി വീട് വെച്ച് താമസിക്കുന്നത്. എന്തുകൊണ്ടിത് സംഭവിക്കുന്നു? അതാണ് ഞാൻ പറഞ്ഞത്. കേരളം ഒരു സമൂഹം എന്നുള്ള നിലയ്ക്കും സർക്കാർ ഒരു ഭരണ സംവിധാനം എന്നുള്ള നിലയ്ക്കും വളരെ പ്രധാനപ്പെട്ട ഒരു സാമൂഹിക രാഷ്ട്രീയ വിഷയം ഇതിനകത്തുണ്ട്. എന്താണ്? ഇപ്പോൾ കേരളത്തിൽ 2013 MG രാജമാണിക്യത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിരുന്നു. അത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കമ്മിറ്റിയാണ്, സർക്കാരിൻ്റെ കാലത്ത് നിയോഗിച്ചതാണ്. കോടതി ഉത്തരവ് പ്രകാരമാണ് രാജമാണിക്യം IAS-നെ ഒരു കമ്മിറ്റി ഉണ്ടാക്കാനായിട്ട് നിയോഗിക്കുകയും ഒരു കാര്യം പഠിക്കാൻ നിയോഗിക്കുകയും ചെയ്തു. എന്താണ് ആ കാര്യം പഠിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ, ഈ സംസ്ഥാനത്ത് വൻകിട കുത്തകകൾ കയ്യിൽ വെച്ചിരിക്കുന്ന ഭൂമികളെക്കുറിച്ചാണ് ആ കമ്മിറ്റി അന്വേഷിച്ചത്. ഇപ്പോൾ ഹാരിസൺ മലയാളം പോലെ, ടാറ്റ പോലെ ഉള്ള കമ്പനികൾ വലിയ രീതിയിൽ ഭൂമി കൈവശം വെച്ചിരിക്കുന്നു എന്നുള്ള ശക്തമായ ആരോപണമുണ്ട്. അവർ വ്യാജരേഖയൊക്കെ ചമച്ചാണ് ഈ ഭൂമി കൈവശം വെച്ചിരിക്കുന്നതെന്നും സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഒരു പാട്ടക്കരാറാണ്. അത് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് അതിൻ്റെയൊക്കെ റെലവൻസ് തന്നെ പോയി. എന്നിട്ടും അവരുടെ കയ്യിലാണ് ഈ ഭൂമി എന്ന് പറയുന്നത്. അത് സംബന്ധിച്ച് വലിയ കേസുകൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി ഉത്തരവ് ഇട്ടിട്ടാണ് സ്പെഷ്യൽ ഓഫീസറായിട്ട് MG രാജമാണിക്യത്തെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 2013 നിയമിക്കുന്നത്. ആ കമ്മിറ്റി കണ്ടെത്തിയ കാര്യം എന്താണെന്നറിയോ? ഞെട്ടിക്കുന്ന കാര്യമാണ്. കാരണം വെച്ചാൽ കേരളത്തിലെ 5 ലക്ഷം ഏക്കർ ഭൂമിയാണ് ഈ പറയുന്ന ഏതാനും കുത്തകകളുടെ കയ്യിൽ അനധികൃതമായിരിക്കുന്നത്. നോക്കൂ, നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള, പിന്നാക്കക്കാരായിട്ടുള്ള, ദളിതരായിട്ടുള്ള, അധസ്ഥിതരായിട്ടുള്ള, തൊഴിലാളികളായിട്ടുള്ള മനുഷ്യർ ഈ മലമ്പ്രദേശങ്ങളിലൊക്കെ പോയി ഏറ്റവും അപകടകരമായ സ്ഥലത്ത്, ഏറ്റവും ദുർബലമായ ഭൂമി പ്രദേശത്ത് പോയിട്ട് വീട് വെച്ച് താമസിക്കുമ്പോൾ ഈ കുത്തകകളുടെ കയ്യിലിരിക്കുന്നത് 5 ലക്ഷം ഏക്കർ ഭൂമിയാണ് എന്നുള്ളത് ഞെട്ടിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതിൻ്റെ ഒരു കണക്കിൻ്റെ വ്യാപ്തി മനസ്സിലാവണമെങ്കിൽ കേരളത്തിൻ്റെ റവന്യൂ ഭൂമിയുടെ 58% ആണിത്. 58% ഈ ഭൂമിയുടെ അളവെന്ന് പറയുന്നത്. ഇത് 4-5 കമ്പനികൾ കൈവച്ചിരിക്കുകയാണ്. എത്ര കാലമായിട്ട് തുടരുന്നതാണെന്നറിയോ? എന്നിട്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ 2013 ഈ കമ്മിറ്റി രൂപപ്പെടുകയും 2016 റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. 2016 ജൂണിലാണ് ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. 5 ലക്ഷം ഏക്കർ ഭൂമി ഇവരുടെ കയ്യിലിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസിലേക്ക് പോകണമെന്ന് പറഞ്ഞു. കോടതിയിലേക്ക് കേസ് പോവുകയും ചെയ്തു. എന്നിട്ട് എന്താ സർക്കാർ ചെയ്യുന്നത് അറിയാം? ആ കേസ് വളരെ അഗ്രസീവായിട്ട് വാദിച്ച, നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവും, അഡ്വക്കേറ്റ് സുശീല ഭട്ട് ഉണ്ട്. സുശീല ഭട്ടിനെ മാറ്റി ആ സ്ഥാനത്ത് നിന്ന്, എന്നിട്ട് മീനാക്ഷി തമ്പാൻ എന്ന് പറഞ്ഞിട്ട് CPIയുടെ നേതാവായിട്ടുള്ള ഒരാളുടെ മകനായിട്ടുള്ള രഞ്ജിത്ത് തമ്പാൻ എന്ന് പറയുന്ന ഒരാളാണ് അന്ന് പിന്നീട് അഡ്വക്കേറ്റായിട്ട് വന്നത്. അത് മുമ്പ് അയാൾ ഈ ഹാരിസൺ മലയാളത്തിന് വേണ്ടിയിട്ട് കേസ് വാദിച്ചിട്ടുള്ള ഒരാളാണ്. അയാൾ അങ്ങനെ ഒരു വിവാദത്തിൽപ്പെട്ടപ്പോൾ അയാളെയും മാറ്റി. എന്നിട്ട് പിന്നെ ഇങ്ങോട്ടേക്ക് ഈ കേസിൻ്റെ സ്ഥിതി എന്താ? ഒരു ഇനിഷ്യേറ്റീവ് ഈ കാര്യത്തിനകത്ത് സർക്കാർ എടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇത്രയും അനധികൃതമായിട്ട് ഭൂമി കൈവശം വെക്കുന്ന കുത്തകകൾ നിൽക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ, കേരളം വളരെ ചെറിയൊരു ഭൂപ്രദേശമാണ്, നമുക്ക് നല്ല ജനസാന്ദ്രതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഭൂമി ആവശ്യമായിട്ട് വരും. സാധാരണക്കാരായ മനുഷ്യർക്ക് ഈ പ്രബലമായ ഭൂമിയിലൊന്നും ഒരു സ്ഥലം, 1 ഇഞ്ച് സ്ഥലം വാങ്ങിക്കാൻ കഴിയില്ല. അവരൊക്കെ വളരെ ദുരിതം അനുഭവിക്കുന്നവരാണ്. അവർ ഈ പറയുന്ന കവളപ്പാറ
കവളപ്പാറയിൽ പോയി ഭൂമി വാങ്ങിക്കുമെന്നേ, അവർ ചൂരൽമലയിൽ പോയി ഭൂമി വാങ്ങിക്കും, അവർ പെട്ടുമുടിയിൽ പോയി ഭൂമി വാങ്ങിക്കും. കാരണം എന്താ, അവരുടെ അത്രയും പൈസയുള്ളൂ, അവരുടെ ആയുഷ്കാല സമ്പാദ്യം ഉപയോഗിച്ച് അവർക്ക് ഇത്രേ വാങ്ങിക്കാൻ കഴിയുള്ളൂ. എല്ലാ രാത്രിയിലും ഇവർ ഉറങ്ങുന്നത് ഭീതിയോടുകൂടിയാണെന്ന കാര്യത്തിൽ സംശയമല്ലോട്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഈ വെള്ളാർമലയിലെ കുട്ടികളുടെ ഈ സാഹിത്യം വായിച്ചപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അവരെഴുതിയിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഈ ഭീഷണിയുമായി ബന്ധപ്പെട്ടാണ്. ആ ഭീഷണിയിലാണ്, അവരുടെ സ്വപ്നങ്ങളിൽ പോലും ആ ഭീഷണിയുണ്ട്. എന്നിട്ട് കൂടിയും അവരവിടെ താമസിക്കുന്നത് ഒരു ശുഭപ്രതീക്ഷയാണ്, ഒരു വിശ്വാസമാണ്, ഇതൊന്നും പൊട്ടില്ല, ഞങ്ങൾ സുരക്ഷിതരായിരിക്കുമെന്ന് വിചാരിച്ച് ജീവിക്കുന്നവരാണ്. ആ സാമൂഹികവും രാഷ്ട്രീയവുമായൊരു പ്രശ്നം ഈ ഘട്ടത്തിൽ നമ്മൾ അഭിസംബോധന ചെയ്യേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഉത്തമ വിശ്വാസം. കാരണം കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്തത്ര വലിയൊരു ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത്. ആ ദുരന്തത്തിൻ്റെ മുഖത്ത് ഈ രാഷ്ട്രീയ പ്രശ്നം, ഈ സാമൂഹിക പ്രശ്നം അഭിസംബോധന ചെയ്യാൻ ബാധ്യസ്ഥരാണെന്നേ നമ്മളെല്ലാവരും. നല്ല സുഖകരമായിട്ടാണ് കേരളത്തിൻ്റെ ഏറ്റവും പ്രബലമായ ഭൂമിയിൽ നമ്മളെല്ലാവരും ഇരിക്കുന്നത്. ഒരു ഫ്രജൈലായ ഭൂമിയിലുമല്ല നമ്മളാരും വീട് വെച്ചിരിക്കുന്നത്. ഒരു ദുരന്തവും നമ്മളെ കാത്തു നിൽക്കുന്നില്ല. ഈ പറയുന്ന വലിയ പ്രളയമൊക്കെ ഉണ്ടായാൽ നമ്മളൊക്കെ പെട്ടുപോകും എന്നുള്ളത് ഒഴിച്ചാൽ ഒരു ഉരുളും പൊട്ടാനില്ല നമ്മുടെ വീടിനടുത്ത്, ഒരു മലയും ഒലിച്ചു വരാനില്ല നമ്മുടെ വീടിനടുത്ത്, ഒരു നദിയും കടന്നു കയറി വരാനില്ല നമ്മുടെ വീടിനടുത്ത്. ആ സാഹചര്യത്തിൽ ജീവിക്കുന്ന മനുഷ്യരുടെ പ്രശ്നം എന്ന് പറയുന്നത് ഈ പറയുന്ന സമൂഹത്തിന് മാത്രമല്ല, ഈ സർക്കാരിൻ്റെ ഉത്തരവാദിത്തമുണ്ട്. അവരൊരു രാഷ്ട്രീയ ഇച്ഛാശക്തി ഈ കാര്യത്തിനകത്ത് പുലർത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഇത് രാജമാണിക്യം കമ്മിറ്റിയുടെ സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിൽ പറയുന്നത് 5 ലക്ഷം ഏക്കർ ഭൂമി ഏതാനും കുത്തകകൾ അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്നു. അപ്പോഴാണ് നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവർ ഈ ഭൂമി കിട്ടാതെ ഈ പറയുന്ന ഏറ്റവും അപകടം പിടിച്ച സ്ഥലങ്ങളിൽ പോയിട്ട് ചെറിയ പൈസയ്ക്ക് ഭൂമി വാങ്ങി വീട് വെച്ച് അവിടെ ഈ ദുരന്തങ്ങളിൽപ്പെട്ട് മണ്ണടിഞ്ഞു പോകുന്നത് എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. ആ യാഥാർത്ഥ്യത്തെ കൂടി അഭിസംബോധന ചെയ്യാൻ ഈ ദുരന്തം നമ്മളെ നിർബന്ധിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. ഒറ്റ വാചകം കൂടി കൂട്ടിച്ചേർക്കാം. ഈ മേപ്പാടിയിൽ മാത്രം 90% ഭൂമിയും കൈവശം വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഹാരിസൺസ് ആണ്. അതാ ഈ ദുരന്തമുണ്ടായി ഇതുവരെയും ഹാരിസൺസ് കമ്പനി ഈ മൃതശരീരം മറവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഭൂമി വിട്ടുകൊടുത്തു എന്നതൊഴിച്ചു നിർത്തിയാൽ കാര്യമായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷനും ഉണ്ടായിട്ടില്ല. അവരിൽ മരിച്ചവരിൽ തൊഴിലാളികൾ ഏറെയുണ്ട്, പാടികൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് ആ കമ്പനിയുടെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് കമ്പനി കുഴിഞ്ഞു മാറാൻ കഴിയില്ല. ഇത് മാത്രമല്ല അരുണേ, 2004 മുതൽ ഈ ഹാരിസൺ മലയാളവുമായിട്ട് ബന്ധപ്പെട്ട് എത്ര വിവാദങ്ങൾ നോക്കുന്നു. ഇപ്പൊ എനിക്കറിയാം, ഈ അന്ന് റവന്യൂ സെക്രട്ടറി ആയിരുന്നിട്ടുള്ള നിവേദിത പി ഹരൻ, ഓർമ്മയുണ്ടാവില്ല? നിവേദിത പി ഹരൻ അന്നൊരു പഠനം നടത്തിയിട്ട് ഏതാണ്ട് 76,000 ഹെക്ടർ ഭൂമി ഈ പിന്നെ ഹാരിസൺസിന്റെ കയ്യിൽ മാത്രമുണ്ട്. അതിൽ 59,000 ഏക്കർ ഭൂമി എന്ന് പറയുന്നത് അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് വ്യാജരേഖ ചമച്ച് കൈവശം വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെ ഒന്നും ഒരു നിലപാടെടുക്കുന്നില്ല. അത് ഞാൻ പറയുന്നത് ഇടതുപക്ഷ സർക്കാരായാലും വലതുപക്ഷ സർക്കാരായാലും ഹാരിസൺസിന്റെ കാര്യത്തിൽ വരുമ്പോൾ, ടാറ്റയുടെ കാര്യത്തിൽ വരുമ്പോൾ ഒരു നിലപാടെടുക്കാതിരിക്കുകയും ഈ ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി സ്വന്തമാക്കി വെച്ചുകൊണ്ട് ഈ പണമെല്ലാം പുറത്തേക്കാണ് പോകുന്നത് കേട്ടോ. ഇവർ ഈ ഉണ്ടാക്കുന്ന പണമൊന്നും ഇന്ത്യയിൽ ഉപയോഗിക്കപ്പെടുന്ന പണമോ നമ്മുടെ സംസ്ഥാനത്ത് ഉപയോഗിക്കപ്പെടുന്ന പണമോ അല്ല. ഈ പണമെല്ലാം പുറത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ ഈ പറഞ്ഞിട്ടുള്ള അപകടകരമായ സ്ഥലങ്ങളിൽ പോയിട്ട് ചെറിയ പൈസയ്ക്ക് ഭൂമി വാങ്ങിച്ച് ജീവിക്കുന്നത് എന്നുള്ളതാണ്. ആ രാഷ്ട്രീയ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ബാധ്യതയുണ്ട്. ഇതൊരു സാമൂഹിക പ്രശ്നമാണ്. ഈ സാമൂഹിക പ്രശ്നത്തെ അഭിസംബോധന ചെയ്യാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ബാധ്യതയുണ്ട്. അവർ നേതൃത്വം കൊടുക്കുന്ന സർക്കാരിന് ബാധ്യതയുണ്ട്. ആ ഇച്ഛാശക്തി അവർ കാണിക്കണം. വിജയം. ഇപ്പോൾ ഈ ദുരന്തബാധിത മേഖലയായി പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ, ആ വാർഡുകളൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഒരു മലഞ്ചെരിവ് പോലെ മുകളിലേക്ക് കയറിപ്പോയിരിക്കുകയാണ് മനുഷ്യർ. താഴെ ആ ചൂരൽമലയോട് ചേർന്നുള്ള ഭാഗങ്ങളിലൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഈ ഉരുൾപൊട്ടലിൻ്റെയോ അല്ലെങ്കിൽ മണ്ണിടിഞ്ഞു വന്നതിൻ്റെയോ മലയിടിഞ്ഞതും 2 ദുരന്തങ്ങളാണ് ഒരേ സമയം അവിടെ ഉണ്ടായത്. ഉരുൾപൊട്ടി പുഴയിലൂടെ വന്ന വെള്ളവും കൊണ്ടുപോയിട്ടുണ്ട്. അതുപോലെ തന്നെ മലയും ഇടിഞ്ഞ് 2 ഭാഗങ്ങളിലായി വന്നിട്ടുണ്ട്. വീണ്ടും പൊട്ടി എന്നവർ പറയുന്നത് ഈ രണ്ടാമത്തെ പൊട്ടെന്ന് പറയുന്നത് ഇപ്പുറത്തെ ഭാഗത്ത് മലയിടിഞ്ഞ് വന്നതുകൂടിയാണ്. അപ്പോൾ ഈ 2 ഭാഗങ്ങളിലും സുരക്ഷിതമല്ലാത്ത സ്ഥലങ്ങളാണ് എന്നുകൂടി മനസ്സിലാക്കിക്കൊണ്ട് താമസിച്ച ആളുകളുമുണ്ട്. പ്രായമായ ആളുകളൊക്കെ ഇതിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകൾ പറയുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് പൊട്ടും, അപ്പോൾ ഞങ്ങൾ അപ്പുറത്തേക്ക് മാറും. അവർക്ക് മറ്റൊരു ചോയ്സ് ഇല്ലാതായി പോയ മനുഷ്യരാണ്. അപ്പോൾ നമ്മൾ ഇനി കൊടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് എന്താണ്? അവർക്ക് സുരക്ഷിതമായ ഒരു സ്ഥലമാണ്. ഇതുപോലെ പൊട്ടും എന്നുള്ള, അതായത് ഈ ഉരുൾപൊട്ടലിനെയും മണ്ണിടിച്ചിലിനെയും അവർ പറയുന്നത് പൊട്ടെന്നാണ്. ആദ്യത്തെ പൊട്ട്, രണ്ടാമത്തെ പൊട്ട്, അങ്ങനെയാണ് പറയുന്നത്. അത് നെറ്റിയിൽ തൊടുന്ന പൊട്ടല്ല. ഈ പൊട്ടെന്ന് പറയുന്നത് അവരുടെ ജീവിതം കൊണ്ടുപോകുമെന്നവർക്കറിയാവുന്ന ഉരുൾപൊട്ടലിനെയാണ് അവർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു ദുരന്തത്തിൻ്റെ ഒരു കാഴ്ച നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഇനി നമ്മൾ ചെയ്യുന്ന പുനരധിവാസത്തിൽ അത് ഉടൻ സാധ്യമാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സാധ്യമാക്കുമ്പോൾ അത് ചെയ്തു എന്ന് വരുത്താൻ വേണ്ടി ചെയ്യുന്ന ഒന്നായി മാറരുത്. അങ്ങനെ ഉണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇത്രയധികം നിർദ്ദേശങ്ങൾ വന്നു. മാത്രമല്ല ഇതുവരെ കണ്ട കഴിഞ്ഞ ഒരു പതിറ്റാണ്ടല്ല 1-2 പതിറ്റാണ്ടിനിടെ അല്ലെങ്കിൽ കേരളം ഇതുവരെ കണ്ട ദുരന്തങ്ങളിൽ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്ന് തന്നെയാണ് ഇതെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു
കപ്പാസിറ്റി ഉള്ള സ്ഥലങ്ങളിലേക്ക്, അതായത് ഇത്രയും മനുഷ്യരെ, ഒരു ക്യാരിങ് കപ്പാസിറ്റി എന്ന് പറയുമല്ലോ, ഇത്രയും മനുഷ്യരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ആവാസ വ്യവസ്ഥയിലേക്ക് വേണം അവരെ കൊണ്ടുപോകാൻ. ആൻഡ്രൂ സാർ ഈ ടൗൺഷിപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ എവിടെയായിരിക്കും ഈ സ്ഥലം എന്നുള്ളത് സാർ പറഞ്ഞ ഒരു കാര്യത്തിൽ എനിക്ക് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയി തോന്നിയത്, അല്ലെങ്കിൽ എനിക്കൊരു റെസ്പെക്ട് തോന്നിയ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഈ മനുഷ്യർക്ക് സേഫ് ആണോ എന്ന് ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തം അത് ജില്ലാ കളക്ടർ പരിശോധിക്കട്ടെ എന്നാണ് പറയുന്നത്. അതായത് ഈ ദുരന്ത നിവാരണത്തിന് ഉള്ള സമിതിയുടെ അധ്യക്ഷ കൂടിയായി വരുന്നത് ഈ ജില്ലാ കളക്ടറാണ്. അപ്പോൾ ജില്ലാ ഭരണകൂടം തന്നെ അത് തീരുമാനിക്കട്ടെ, കണ്ടെത്തട്ടെ ഏതാണ് സുരക്ഷിത സ്ഥലം, ഫ്രജയിലാണോ. കാരണം ഈ പശ്ചിമഘട്ടം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്, മലകളൊക്കെ വെള്ളം കുടിച്ചു വീർത്തിരിക്കുകയാണ്, എവിടെയാണ് പൊട്ടുക എന്നത് നമുക്ക് അറിയാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് അതിൽ നിന്ന് കുറച്ചുകൂടി അവർക്ക് സുരക്ഷിതമായി, കുറച്ചുകൂടി എന്നല്ല ശരിക്കും സുരക്ഷിതമായ, നമ്മളൊക്കെ ഇരിക്കുന്നത് പോലെയുള്ള സുരക്ഷിതമായ ഒരു സ്ഥലത്ത് നമ്മുടെ സഹോദരങ്ങളും താമസിക്കണം എന്ന് വേണം നമ്മൾ ആഗ്രഹിക്കാൻ. അതിനാവശ്യമായ ഒരു സ്ഥലമാണ് കണ്ടെത്തേണ്ടത്. അല്ലാതെ എവിടേക്കെങ്കിലും കൊണ്ടുപോയി താമസിപ്പിക്കുകയും അവിടെ വീണ്ടും ഭീതിയോടെ കഴിയേണ്ടി വരികയും ചെയ്യുന്ന ഒരവസ്ഥ അവിടെ ഉണ്ടാകരുത്. അപ്പോൾ ചോദിക്കും, വയനാടല്ലേ, വയനാട്ടിൽ എവിടെ വേണമെങ്കിലും ഇത് സംഭവിക്കാമല്ലോ. വയനാട് മാത്രമല്ല, ഇടുക്കി ആയാലും ഏത് സ്ഥലമായാലും ഈ മലകൾക്ക് സമീപം താമസിക്കുമ്പോൾ ഇതുപോലെ ഇപ്പോൾ മഴ പെയ്യുന്നത്, അല്ലെങ്കിൽ അതിതീവ്ര മഴ നമുക്ക് ലഭിക്കുന്നതൊന്നും പഴയ രീതിയിലല്ല. ഇപ്പോൾ അടുപ്പിച്ചടുപ്പിച്ച് അതിതീവ്ര മഴയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വെള്ളമെല്ലാം കുടിക്കുകയാണ്, ഈ മണ്ണ് ഇത് കുടിച്ചു വീർക്കുകയാണ്. അതിനുശേഷമാണ് ഈ ഭൂമിയുടെ അടരുകളായി ഇത് പൊട്ടി താഴേക്ക് വരുന്ന പ്രതിഭാസം ഉണ്ടാകുന്നത്. അപ്പോൾ അത് എന്താണെന്ന് മനസ്സിലാക്കി ശാസ്ത്രീയമായി അതിനെ അപഗ്രഥിച്ചുകൊണ്ട് വേണം ഈ പുനരധിവാസം നടപ്പാക്കാൻ എന്നുള്ളതാണ് അതിലെ എൻ്റെ അഭിപ്രായം. ഇനി ഈ ഉരുൾപൊട്ടൽ ചവച്ചു തുപ്പിയ അവശിഷ്ടങ്ങളെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ളതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ ബാക്കിയായിട്ടുള്ളത് അത് മാത്രമാണ്. ഈ മേപ്പാടിയിലെ 10, 11, 12 ഈ 3 വാർഡുകളിലും അവിടെ ഉണ്ടായിരുന്ന മനുഷ്യർ ഇപ്പോൾ ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ എണ്ണമൊക്കെ നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. എത്ര കുടുംബങ്ങളാണ്? 600-ലധികമാണ്, 600+ ആണ് പുനരധിവാസം വേണ്ട ആളുകൾ. അപ്പോൾ അവരുടെ ഉറ്റവരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൽ പലരെയും ഇപ്പോഴും തിരിച്ചു കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. 150+ ആണ് ഇനിയും കണ്ടെത്താനുള്ള ആളുകളുടെ പട്ടികയിലെ രേഖപ്പെടുത്തിയിരിക്കുന്ന നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ആളുകളെ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യരെക്കുറിച്ച് കൂടി നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ പറയണമെന്ന് ഞാൻ കരുതുകയാണ്. കാരണം ഈ നമ്മുടെ സഹജീവികളാണ്, സഹോദരങ്ങളാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഇന്ന് 8ാമത്തെ ദിവസമാണ്, നാളെ 9ാമത്തെ ദിവസമാണ്. അപ്പോൾ ഈ വനത്തിലേക്കും മണ്ണിനടിയിലേക്കുമൊക്കെ ഈ യന്ത്രക്കൈകളുമായി ഈ JCBയും ഹിറ്റാച്ചിയും മാത്രമല്ല മനുഷ്യരും കടന്നു ചെല്ലുകയാണ്. അഴുകിയ മൃതദേഹങ്ങൾ പോയി എടുക്കുന്നത്, അല്ലെങ്കിൽ ദേഹഭാഗങ്ങൾ പോയി എടുക്കുന്നത് നമ്മളെപ്പോലെയുള്ള മനുഷ്യരാണ്. അതിനുവേണ്ടി രംഗത്തുണ്ടായിരുന്ന മനുഷ്യരെക്കുറിച്ച് കൂടി നമ്മൾ പറഞ്ഞു പോകണം. ഈ പുനരധിവാസം നമ്മൾ സാധ്യമാക്കുന്നതിനൊപ്പം തന്നെ ഇങ്ങനെയുള്ള സന്നദ്ധ പ്രവർത്തനം ചെയ്യാൻ മുന്നോട്ട് വരുന്ന ആളുകളെ, അവരെ നമ്മൾ അഭിനന്ദിച്ച് തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എൻ്റെ ടേക്ക്. കാരണം അവർ തിരയുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ നേരിട്ട് കണ്ടതാണ്. നമുക്കിപ്പോൾ എന്തെങ്കിലും നമ്മുടെ വിലപിടിപ്പുള്ള ഒരു സാധനം, ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരു സ്വർണ്ണ കമ്മലിൻ്റെ ഒരു മുട്ട് താഴെ വീണാൽ പോലും എത്ര സൂക്ഷ്മമായിട്ടായിരിക്കും തൂത്തുവാരും, അല്ലെങ്കിൽ അവിടെ പോയി നോക്കും. അങ്ങനെയൊക്കെ പരതുന്നവരാണ് മലയാളികൾ. അപ്പോൾ മലയാളികൾ എന്നല്ല എല്ലാവരും, നമുക്ക് കൈമോശം വന്നു കഴിയുമ്പോൾ അത്ര സൂക്ഷ്മതയോടെ നമ്മൾ തിരയും. അതേ സൂക്ഷ്മതയാണ് അവിടെ വന്ന ഓരോ സന്നദ്ധ പ്രവർത്തകനിലും എനിക്ക് കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ പേരെടുത്ത് തന്നെ പറയണമെന്നാണ് ഞാൻ കരുതുന്നത്. അതിലിപ്പോൾ എല്ലാ മതസംഘടനകളുടെയും അല്ലെങ്കിൽ രാഷ്ട്രീയ സംഘടനകളുടെയും ഒക്കെ പല പല വിഭാഗങ്ങളെ നമ്മളവിടെ കാണുന്നുണ്ടായിരുന്നു. അവരെല്ലാവരും ഒറ്റ പേരിലാണ്, ഒരു സന്നദ്ധ സേവനത്തിനായി നിൽക്കുന്ന ഒരു സൈന്യം എന്ന രീതിയിലാണ് അവരവിടെ ആക്ട് ചെയ്തത്. നമ്മൾ ഈ പ്രളയകാലത്ത് മത്സ്യത്തൊഴിലാളികളാണ് കേരളത്തിന് സൈന്യമെന്ന് പറഞ്ഞു. എന്നാൽ ഇന്ന് കേരളത്തിലെ യുവജന സംഘടനകളാകട്ടെ, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ സംഘടനകളാകട്ടെ, അങ്ങനെ എല്ലാ വിഭാഗങ്ങളും, പോഷക സംഘടനകൾ എല്ലാം ചേർന്നുകൊണ്ട് ഒറ്റ സൈന്യമായി രംഗത്തിറങ്ങുന്നുണ്ട് ഈ കഴിഞ്ഞ 8 ദിവസവും. അവിടെ സൈന്യത്തിൻ്റെ മാത്രം ഒരു ഇടപെടലല്ല നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. ഇതുവരെയുള്ള സന്നദ്ധ പ്രവർത്തനത്തിൽ രജിസ്റ്റർ ചെയ്തത് എത്ര പേരാണ് എന്ന്, ഈ ഇത്രയും പേരുടെ ഒഴുക്ക്, അരുൺ സാർ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, തീർത്ഥാടനത്തിന് പോകുന്നത് പോലെയാണ് ആളുകൾ വടിയും കുത്തിപ്പിടിച്ച് വരുന്നതെന്ന്. ആ കണക്ക് ഞാനൊന്ന് എടുത്തു നോക്കി. ക്യാമ്പുകളിലുള്ള ആളുകളുടെ കണക്കെടുക്കുന്നത് പോലെ തന്നെ സന്നദ്ധ പ്രവർത്തനത്തിന് ഇതുവരെ രജിസ്റ്റർ ചെയ്തത് 18,000 പേരാണ്. ആ 18,000 പേരിൽ 5,400 പേർ വയനാട്ടിൽ നിന്നുള്ളവരാണ്. കാരണം വയനാട്ടിലുള്ളവർക്ക് അറിയാം ഈ നേരിട്ട ദുരന്തത്തിൻ്റെ ഒരു വ്യാപ്തി എത്രത്തോളമാണെന്ന്. അപ്പോൾ ആ കൂടെ നിൽക്കണമെന്ന് തീരുമാനിച്ചുകൊണ്ട് ഇത്രയും മനുഷ്യരവിടെ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ പുനരധിവാസം എന്ന് പറയുന്നത് സർക്കാർ സംവിധാനങ്ങളും അതേ രീതിയിൽ ഈ മനുഷ്യർ കാണിച്ച അതേ ആത്മാർത്ഥതയോടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ നടപ്പാക്കാൻ കഴിയും. ഇപ്പോൾ നമ്മൾ ഈ ടൗൺഷിപ്പ് പ്രോജക്റ്റ് അടക്കം ഇതൊക്കെ പ്രഖ്യാപിക്കാൻ, അല്ലെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ നമുക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഇതിനൊപ്പം നിൽക്കണമെന്നുള്ള മാതൃക ഈ 8 ദിവസമായി ഈ മനുഷ്യർ കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സന്നദ്ധ സേവനത്തിനിറങ്ങിയ മണ്ണിലും ചെളിയിലും പുതഞ്ഞു കിടക്കുന്ന മൃതദേഹങ്ങളിൽപ്പെട്ട ആളുകളുടെ പേരോ മേൽവിലാസമോ ഒന്നും അറിയില്ല അവിടെ വരുന്ന വോളണ്ടിയേഴ്സിന് ആർക്കും. പക്ഷേ അവർ പോയി പരതുന്നത് തങ്ങളുടെ എന്തോ പ്രിയപ്പെട്ട ഒന്ന് കൈമോശം വന്നു എന്ന് പറയുന്ന അതേ ആത്മാർത്ഥതയോടുകൂടിയാണ്. അപ്പോൾ ഇപ്പോൾ ഈ 6 മേഖലകളായി തിരിഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ഒരു 3-4 ദിവസമായി രക്ഷാപ്രവർത്തനം കൃത്യമായി സോൺ വെച്ചിട്ടാണ്. അതിൽ 750 മുതൽ 1000 വരെ വോളണ്ടിയേഴ്സ് ഈ സന്നദ്ധ
സന്നദ്ധ ഭടന്മാർ അവരിറങ്ങുകയാണ്. ഇന്ന് 1126 പേരുണ്ട്. അവിടെയുള്ള ആകെ ആളുകൾ 1126 പേരാണ്. സേനാ വിഭാഗങ്ങളിൽ നിന്ന് ഇതുവരെ അവിടെ എത്തിയിരിക്കുന്നത് 1174 അപ്പോൾ അതിനൊപ്പം അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഇപ്പുറത്ത് തെരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നിപ്പോൾ എയർ ലിഫ്റ്റിംഗ് ചെയ്യാനൊക്കെ സേനയുടെ ഭാഗത്തു നിന്നുള്ള ആളുകൾ പോകുമ്പോൾ അല്ലാതെ സമാന്തരമായി തിരയാൻ ഞങ്ങൾ അവിടെ കണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭാഗത്ത് വട്ടമിട്ട് നിൽക്കുന്നുണ്ട് ഈ ആളുകൾ. അപ്പോൾ അത്രയും ആത്മാർത്ഥമായി നിൽക്കുന്ന മനുഷ്യർ, അതിൽ DYFI ഉണ്ട്, യൂത്ത് കോൺഗ്രസ് ഉണ്ട്, യൂത്ത് ലീഗ് ഉണ്ട്, യുവമോർച്ചയുണ്ട്, SYS ഉണ്ട്, KMCC ഉണ്ട്, സേവാഭാരതി ഉണ്ട്, PDP ഉണ്ട്, SDPI ഉണ്ട്. അങ്ങനെ പലതരത്തിൽ പല പേരിൽ അറിയപ്പെട്ടവരെല്ലാവരും ഒറ്റ പേരിൽ ഒന്നിച്ചു കൂടുന്നു എന്നതുകൂടി നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ മാതൃകയാക്കണം. മാത്രമല്ല ഇവരെക്കുറിച്ച് നമ്മൾ മറ്റൊരു കാഴ്ചപ്പാട് കൂടി വേണം. കാരണം ഇതെന്ന് പറയുന്നത് നമ്മുടെ ഒരു മനുഷ്യ വിഭവശേഷിയാണ് അല്ലേ. വളരെ സ്ട്രെങ്ത് ഉള്ള ഒരു മനുഷ്യ വിഭവശേഷി നമുക്കുണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് ഇവർ ഓരോരുത്തരും. ഞാൻ DYFIയുടെ വോളണ്ടിയേഴ്സ് അവിടെ പല ഭാഗങ്ങളിലും, അതായത് ഭക്ഷണ വിതരണം മാത്രമല്ല, ഭക്ഷണ വിതരണത്തിൽ വൈറ്റ് ഗാർഡ് വളരെ എഫക്റ്റീവായിട്ട് അവിടെ ആദ്യ ഘട്ടം മുതൽ തന്നെയുണ്ട്. എല്ലാവരെയും നിർബന്ധിച്ച് കഴിപ്പിച്ച് വിടുന്ന വൈറ്റ് ഗാർഡിനെയാണ് നമ്മൾ അവിടെ കാണുന്നത്. DYFIയുടെ ഇന്നത്തെ 8ാമത്തെ ദിവസമാകുമ്പോഴേക്കും വയനാട്ടിൽ 500 പേരുണ്ട്. ചാലിയാറിൻ്റെ ഭാഗത്ത് തിരയാൻ 130 പേര് പോയിട്ടുണ്ട്. 8ാമത്തെ ദിവസമാണ്, 1ാമത്തെയോ 2ാമത്തെയോ ദിവസമല്ല, 8ാമത്തെ ദിവസവും പ്രതീക്ഷ കൈവിടാതെ പലയിടങ്ങളിലേക്ക് തിരയാനായിട്ട് പോകുന്ന DYFIയുടെ ആളുകളുണ്ട്. 1ാം തീയതി മുതൽ 1ാമത്തെ ദിവസം മുതൽ 7ാമത്തെ ദിവസം വരെയുള്ള കണക്ക് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ചാലിയാർ ഭാഗത്ത് ദിവസവും 150 പേരെങ്കിലും പോകുന്നുണ്ട്. വയനാട്ടിൽ ഒരു 250 പേരെങ്കിലും കാണും. എല്ലായിടത്തും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങ് പുഞ്ചിരിമട്ട മുതൽ ഇങ്ങ് താഴെ ചൂരൽമല ടൗൺ വരെയുള്ള ഭാഗത്ത് അവിടെ DYFIയുടെ സന്നദ്ധ സേനാ പ്രവർത്തകരെ നമ്മൾ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവർ ചെയ്യുന്ന ഓരോ സംഘടനയുടെ സെക്രട്ടറിയും പ്രസിഡന്റ് ഹോൾട്ടാണ് കേട്ടോ. അതെ, അവരവിടെ നിൽക്കുകയാണ്. ഇപ്പോൾ വസീഫിനെയൊക്കെ ആദ്യത്തെ ദിവസം മുതൽ തന്നെ നമ്മൾ ആ ചൂരൽമല ഭാഗത്തും ആയാലും മുണ്ടക്കയിലേക്ക് സനോജുമുണ്ട്, രണ്ടുപേരുമുണ്ട്. അപ്പോൾ ഈ രാഷ്ട്രീയത്തിന് അതീതമായി ചേർന്ന് നിൽക്കുന്ന മറ്റൊരാൾക്ക്, അതായത് ഇപ്പോൾ സേവാഭാരതിയുടെ സന്നദ്ധ പ്രവർത്തകന് മുറിവ് പറ്റിയാൽ, യൂത്ത് കോൺഗ്രസിന്റെ സന്നദ്ധ പ്രവർത്തകന് മുറിവ് പറ്റിയാൽ അവിടെ മരുന്നുമായി എത്തുന്നത് DYFIക്കാരനാണ്, അല്ലാതെ അതേ സംഘടനയിലെ ആളല്ല. വളരെ മനോഹരമായിട്ടുള്ള കേരളം കണ്ടിരിക്കേണ്ട ഒരു ചിത്രമാണ് പത്രങ്ങളെല്ലാം പങ്കുവച്ചത്. നമ്മുടെ ദൃശ്യങ്ങളിലും ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും ചേർന്ന് നിൽക്കുന്നു. ആ സംസ്കാര വേളയിൽ ഉറ്റവരൊന്നുമല്ല നിൽക്കുന്നത്, ഈ വോളണ്ടിയേഴ്സാണ്. അവർ ആ രാത്രി വൈകി സംസ്കാര ചടങ്ങുകൾ നടക്കുമ്പോഴും ആ ദൃശ്യങ്ങളിൽ നമുക്കവരെ കാണാൻ കഴിയും. ഒപ്പം തന്നെ ഈ വീടുകൾ നിർമ്മിച്ച് നൽകുന്നതിന് അങ്ങനെയുള്ളതിനൊക്കെ ഇവർ ചാലഞ്ചസുമായിട്ട് ഇപ്പം തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. ഞാൻ ഒരു കാഴ്ച കൂടി പറയാം. കാഞ്ഞങ്ങാട് പട്ടണത്തിൽ ഒരു ചായക്കട തുറന്നു DYFI. സാധാരണ ഈ DYFIയുടെ പ്രവർത്തനങ്ങളെയോ അങ്ങനെയൊന്നും ഞാൻ അങ്ങനെ ഒരുപാട് പുകഴ്ത്തി പറഞ്ഞിട്ടേ ഇല്ല. അത് രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളില്ല. പക്ഷേ അവർ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. മാത്രമല്ല വൈറ്റ് ഗാർഡ്, അങ്ങനെ ഓരോരുത്തരുടെയും നമ്മൾ എടുത്തു തന്നെ പറഞ്ഞു പോകണം, നമ്മൾ രേഖപ്പെടുത്തേണ്ടതാണ്. കാരണം ഒരു ദുരന്തമുണ്ടായപ്പോൾ ചെയ്തത് എന്തൊക്കെയാണ്, അവർ ചെയ്തു കൊടുത്തത് എന്താണെന്ന് നമ്മൾ പറഞ്ഞു തന്നെ പോകണം. ആ ഒരു ഡ്യൂ ക്രെഡിറ്റ് അല്ലെങ്കിൽ അവരർഹിക്കുന്ന ഒരു ബഹുമാനം നമ്മൾ അവർക്ക് കൊടുത്തു തന്നെ പോകണം. കാഞ്ഞങ്ങാട് പട്ടണത്തിൽ കണ്ടത് ചായ കുടിക്കാം, പലഹാരം കഴിക്കാം, പൈസ വയനാടിന്. നമുക്ക് തോന്നുന്ന ചെറിയൊരു കാര്യമാണ്. ഈ 11ാം തീയതി വരെയുള്ള ഒരു ടെമ്പററി ചായക്കടയാണ്, പക്ഷേ അത് കൊടുക്കുന്ന ഒരു സന്ദേശം ഒന്ന് ആലോചിച്ച് നോക്കൂ. അത്രയും കൃത്യമായ ഒരു മെസ്സേജാണ്. നിങ്ങളൊരു ചായ കുടിക്കുമ്പോൾ നിങ്ങൾ ആ പൈസ കൊടുക്കുന്നത് വയനാടിനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ റീബിൽഡ് വയനാട് എന്ന് പറയുന്ന വലിയ ഒരു പൊലിപ്പുള്ള വാചകമല്ല, പകരം ഒരു ചായ കുടിക്കൂ, ആ പൈസ വയനാടിനുള്ളതാണ് എന്ന് പറയുന്നുണ്ട്. പത്തനംതിട്ടയിൽ ഇന്ന് നമ്മുടെ പ്രവീൺ പുരുഷോത്തമൻ പങ്കുവച്ചത് കിളിമീൻ വിൽക്കുന്ന DYFIക്കാരെയാണ്. ആ ചലഞ്ചും എന്തിനാണ്? വയനാടിന് വേണ്ടിയാണ്. മാത്രമല്ല സേവാഭാരതി തലചായ്ക്കാൻ ഒരിടം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിന് വേണ്ടിയിട്ടുള്ള ക്യാമ്പയിൻ നടത്തുന്നത്. പിന്നെ ലോഡ് കണക്കിന് സാധനങ്ങളാണ് വയനാട്ടിലേക്ക്. അത് ഉപയോഗിച്ച് പഴകിയ വസ്ത്രങ്ങളല്ല, കൃത്യമായി ആവശ്യമുള്ള സാധനങ്ങൾ ഈ സംഘടനകൾ എല്ലാവരും എത്തിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ലോഡഡ് ആയിട്ടുള്ള ട്രക്കുകൾ അല്ലെങ്കിൽ വാഹനങ്ങൾ അവിടേക്ക് കടന്നു വരുന്നത് നമുക്ക് കാണാം. അതൊക്കെ കൃത്യമായി അക്കൗണ്ട് ചെയ്യപ്പെടാൻ അല്ലെങ്കിൽ കൃത്യമായി അവരെയൊക്കെ അക്നോളജ് ചെയ്യാൻ കൂടി സർക്കാർ തയ്യാറാകണം എന്നതുകൂടിയുണ്ട്. ഇനി മുസ്ലിം യൂത്ത് ലീഗിൻ്റെ വൈറ്റ് ഗാർഡ്, ഈ വൈറ്റ് ഗാർഡ് ഉണ്ടാകുന്നത് തന്നെ എപ്പോഴാണ്? 2018 പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങളും PK ഫിറോസും കൂടി ഒന്ന് ഒരു യുവജന യാത്ര നടത്തി അവർ തിരുവനന്തപുരത്ത് അത് സമാപിക്കുമ്പോഴേക്കും അതിൽ നിന്ന് തുടങ്ങുന്നതാണ് ഈ വൈറ്റ് ഗാർഡ്. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് അവർ അത് രൂപീകരിച്ചതിന് ശേഷം ദുരന്തം വന്നതാണോ എന്നറിയത്തില്ല. പിന്നീടുള്ള എല്ലാ ഇടങ്ങളിലും ഏത് സംഭവം ഉണ്ടായാലും അവിടെ വൈറ്റ് ഗാർഡിനെ നമുക്ക് കാണാം. അതുകൊണ്ടാണ് ഒരു ഭക്ഷണ വിവാദം ഉണ്ടായപ്പോൾ വൈറ്റ് ഗാർഡിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് അവർക്ക് തന്നെ പറയേണ്ടി വരുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ വിശദീകരിക്കേണ്ടി വരുന്നത്. ഇതിൽ സയ്യിദ് മുനവർ അലി PK ഫിറോസ് നേരിട്ട് വന്നിട്ടാണ് വിശദീകരിക്കുന്നത്. മാത്രമല്ല പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ അവിടെ മേപ്പാടിയിൽ, ഞാൻ നേരിട്ട് കണ്ടതാണ്, മേപ്പാടിയിലെ ആശുപത്രിയിൽ നേരിട്ട് വരികയാണ്. അതും ഈ ദുരന്തമുണ്ടായ അന്നത്തെ ദിവസം രാത്രിയിൽ, ഉരുൾ പൊട്ടിയതിന് അന്നത്തെ രാത്രിയിൽ അവിടെ നേരിട്ട് വരികയാണ്. മറ്റുള്ളവരെ അയച്ചാൽ മതി, അല്ലെങ്കിൽ വോളണ്ടിയേഴ്സിനെ അയച്ചാൽ മതി, പക്ഷേ ഇവരൊക്കെ അവിടെ ക്യാമ്പ് ചെയ്യുകയാണ്. അതുപോലെ തന്നെയാണ് എല്ലാ രാഷ്ട്രീയ സംഘടനകളുടെയും നേതാക്കളുണ്ട് ഇതിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് DYFIയുടേതായാലും അവർ ക്യാമ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ മുനവർ അലി തങ്ങൾ അവിടെ നിൽക്കുന്നു, PK ഫിറോസ് അവിടെ നിൽക്കുന്നു. ആ സംഘം എന്ന് പറയുന്നത് അവരിപ്പോഴും 8ാമത്തെ ദിവസമാകുമ്പോഴും അവർക്ക് മടുക്കുന്നില്ല, അവർ അതേപടി തുടരുകയാണ്. അതുകൊണ്ട് നമ്മൾ അവരെ അക്നോളജ് ചെയ്യണം. ഈ ഊട്ടുപുര പൂട്ടാൻ തുടങ്ങിയെന്നുള്ള വിവാദം വന്നപ്പോൾ നമ്മൾ ഇടപെട്ടത് അതുകൊണ്ടാണ്. മന്ത്രി അക്കാര്യത്തിൽ ഉടൻ തന്നെ ക്ലാരിഫിക്കേഷൻ വരുത്തുകയാണ്, ഉടൻ തന്നെയുള്ള ഇടപെടൽ ഉണ്ടാവുകയാണ്. ഇപ്പോൾ
ഈ സേവാഭാരതിയുടെയും യുവമോർച്ചയുടെയും അവരുടെ ഒരു സംവിധാനമുണ്ട് ഇതിനു വേണ്ടി, അല്ലെങ്കിൽ ഈ സന്നദ്ധ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ളൊരു സംവിധാനമുണ്ട്. വൈറ്റ് ഗാർഡിന് അവരുടേതായ സംവിധാനമുണ്ട്, DYFIക്ക് അവരുടേതായ സംവിധാനമുണ്ട്, PDPക്കുണ്ട്, SDPIക്കുണ്ട്. വിവിധ യൂണിഫോമുകൾ ഇട്ടാണ് ഈ മനുഷ്യരെ എല്ലാം നമ്മളവിടെ കാണുന്നത്. പക്ഷേ അവരെ കൂട്ടിയിണക്കുന്ന ഒരു കണ്ണിയുണ്ട്. ഞാൻ അതിലേക്കാണ് വരുന്നത്. അതായത് എനിക്ക് കണ്ടു ബോധ്യപ്പെട്ടതാണ്. അതായത് ദുർഗന്ധം ഉള്ള ചെളിയിലേക്കാണ് അവർ ഇറങ്ങുന്നത്, അല്ലാതെ നിരപ്പായ ഒരു പ്രതലത്തിലേക്കല്ല. മറ്റിടങ്ങളിൽ പോയി ഒരു വാട്ടർ ബോട്ടിൽ എത്തിച്ച് മറ്റിടത്തേക്ക് ചുമന്നുകൊണ്ട് പോകുന്ന പ്രവൃത്തി അല്ല അവർ ചെയ്യുന്നത്. ഉറ്റവർ പോലും കൈകൊണ്ടെടുക്കാൻ മടിക്കുന്ന തരത്തിലായി കഴിഞ്ഞിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മൃതദേഹം ആ ചെളിയിൽ ഇറങ്ങി അവരെടുക്കുകയാണ്. അപ്പോൾ അത്രയും ഒറ്റ മനസ്സോടെ പ്രവർത്തിക്കുന്ന മനുഷ്യരെ, അവരെ നമ്മൾ ഒരു എങ്ങനെയാണ് അതിനെ പാക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് സംസ്ഥാന സർക്കാരാണ് തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ ഈ 18,000 പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ കേരളത്തിന് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഓടിയെത്താൻ സന്നദ്ധരായിട്ടുള്ള ആളുകളാണ്. അതൊരു ദുരന്തത്തിലേക്ക് മാത്രമാക്കി നമ്മൾ മാറ്റരുത്. നമുക്ക് എപ്പോഴും ഒരു തിങ്ക് ടാങ്ക് എന്നൊക്കെ പറയുന്നത് പോലെ ഓൾവേസ് റെഡി ആയിട്ടുള്ള ഒരു സംഘം നമുക്കൊപ്പമുണ്ട് എന്നുള്ളത് അത് സംസ്ഥാന സർക്കാരിന് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന മറ്റൊരു ഫോഴ്സാണ്. ഇപ്പോൾ ഈ SOG ഉപയോഗിക്കുന്നില്ലേ? SOG മലമുകളിൽ അല്ലെങ്കിൽ വനത്തിലൊക്കെ പോയി തിരയുന്നത് പോലെ തന്നെ ഇവരും പ്രത്യേക പരിശീലനം കിട്ടിയവരൊന്നുമല്ല, പക്ഷേ ഇവരങ്ങ് ഇറങ്ങി പുറപ്പെടുകയാണ്. ശരിക്കും യുവജനങ്ങളുടെ അങ്ങനെയുള്ള ഒരു ശക്തിയെ, കരുത്തിനെ, അതിനെ ഒന്നിപ്പിക്കുന്നതിന് വിവിധ സംഘടനകളായിട്ടല്ല, ചിതറിപ്പോകരുത്. ഓരോരുത്തർക്കും ഓരോന്നിലായിരിക്കും പ്രാവീണ്യം. കായിക ബലമുള്ളവരുണ്ടാകും, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യാൻ കരുത്തുള്ളവരുണ്ടാകും. അതൊക്കെ കൃത്യമായി വിഭജിച്ചുകൊണ്ട് ആ രീതിയിലുള്ളൊരു സംവിധാനം ഉണ്ടാക്കിയെടുക്കാൻ കൂടി കഴിയുകയാണെങ്കിൽ അത് നമുക്ക് എത്ര മേഖലകളിൽ ഉപയോഗപ്പെടുത്താൻ കഴിയും. സംഘടനകളുടെ പേരിൽ തിരിഞ്ഞ് യൂത്ത് കോൺഗ്രസും DYFIയും അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് യുവമോർച്ച ഇവരൊക്കെ തമ്മിൽ അടിയായിരിക്കും, പക്ഷേ ഒരു ദുരന്തം ഇവരെ ഒന്നിപ്പിച്ചത് അത് നാടിന് കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട്. അങ്ങനെ ഒരു ടീമിനെ, എല്ലാവരെയും ചേർത്തുകൊണ്ടുള്ള ഒരു ടീമിനെ റീറ്റെയിൻ ചെയ്യാൻ കൂടി കഴിയുകയാണെങ്കിൽ ഈ പുനരധിവാസ പാക്കേജിൽ, അതായത് ഈ ടൗൺഷിപ്പിന് മുമ്പുള്ള പ്രീ ടൗൺഷിപ്പ്, നമ്മൾ ഈ വാടക വീടുകൾ തിരയുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഈ 18,000 പേർക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും. അവരിറങ്ങി പ്രവർത്തിക്കട്ടെ, അവരെ കൂടി അതിന് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ പോകണമെന്നുള്ളതാണ് ഈ വിഷയത്തിൽ എൻ്റെ ഒരു ഹംബിൾ ടേക്ക്. ഒരു സുജയ പറഞ്ഞതിന് അതൊരു കാര്യം വിട്ടുപോയത്, യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് യൂത്ത് കെയർ ഭയങ്കരമായിരുന്നു കേട്ടോ. ഈ യൂത്ത് കെയർ രാഹുൽ മാങ്കൂട്ടലും ഷാഫി പറമ്പിലൊക്കെ ഇറങ്ങി വർക്ക് ചെയ്യുന്നത്. കാരണം അന്ന് രാവിലെ തുടങ്ങി ദുരന്തം ഉണ്ടായി, അന്ന് രാവിലെ തുടങ്ങി രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ അവിടെയുണ്ട്. ഞാൻ ഒരു 10-15 പ്രാവശ്യമെങ്കിലും സംസാരിച്ചിട്ടുണ്ടാവും രാഹുൽ മാങ്കൂട്ടം. കാരണം അത്ര മേലെ തുടങ്ങി, ഏറ്റവും ടോപ്പിൽ പുഞ്ചിരിപ്പട്ടം ഭാഗങ്ങളൊക്കെ യൂത്ത് കെയർ ആയിരുന്നു, മുഴുവൻ വൈറ്റ് വിഷയമായിട്ടൊക്കെ. വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, ചാലിയാർ പുഴയുടെ കുറുകെ ഈ DYFI പ്രവർത്തകരും SDPക്കാരും യൂത്ത് കെയറിൻ്റെ പ്രവർത്തകരും ഒക്കെ കൂടി അവർ നടത്തിയ സാഹസികമായിട്ടുള്ള രക്ഷാപ്രവർത്തനമുണ്ടല്ലോ, എത്ര പറഞ്ഞാലും നമ്മൾക്ക് അവരെ അഭിനന്ദിച്ചാലും മതിയാവില്ല. അവരുടെ മുണ്ടഴിച്ച് മൃതശരീരം അതിൽ കെട്ടി തോളത്ത് ചുമന്നുകൊണ്ടുവരുന്ന ആളുകളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കേരളം വിട്ടാൽ ഇങ്ങനൊരു കാഴ്ച നമുക്ക് കാണാൻ പറ്റുമെന്നറിയില്ല. രണ്ടാമത്തെ ഒരു കാഴ്ച എവിടെയെന്നറിയോ? മുണ്ടക്കയിൽ ആ വലിയ ദുഷ്കരമായിട്ടിരിക്കുന്ന രാത്രി സമയത്ത് കലങ്കിൻ്റെ അടിയിലേക്ക് DYFI പ്രവർത്തകർ നുഴന്നു പോവുകയാണ്. എന്നിട്ട് ആർമി സംഘങ്ങളൊക്കെ പുറത്തുണ്ട്. ഈ പ്രവർത്തകരാണ് അവിടെ പോയി അത് ആ ഭാഗത്ത് മനുഷ്യ ശരീരമുണ്ടോ എന്ന് തപ്പി നോക്കുകയാണ്. ഞാൻ നോക്കുമ്പോണ്ടല്ലോ, ഗ്ലൗ ഇട്ടിട്ട് ആ പാറക്കൂട്ടത്തിൽ ഈ കലങ്ങിൻ്റെ അടിയിലേക്ക് കൈയെടുത്ത് ഓരോന്ന് സാധനങ്ങൾ മാറ്റി വലിയ പാറക്കല്ലുകൾ എടുത്ത് മാറ്റി വയ്ക്കുക. അവിടെ ഒന്നും കിട്ടിയില്ല. പക്ഷെ 1.5 മണിക്കൂർ നേരം ഒരു 4 DYFI പ്രവർത്തകർ അതിൻ്റെ ആ കലങ്ങിൻ്റെ അടിയിൽ നിന്ന് പ്രവർത്തിക്കുകയാണ്. ഒറ്റ കാര്യം കൂടെ പറയാൻ, നമ്മുടെ ഈ വയനാടിൻ്റെ കാര്യം പറയുമ്പോഴേ നമ്മൾ ഈ താഴേക്ക് ഇതിനെ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നിലമ്പൂർ MLA ഉണ്ടല്ലോ, PV Anwar ചെയ്ത ഒരു കാര്യമുണ്ട്. അന്ന് രാവിലെ തുടങ്ങിയിട്ടുണ്ട്. അന്ന് രാവിലെ നമ്മൾ വയനാട്ടിൽ ഈ മേപ്പാടി നിൽക്കുന്നത് കൊണ്ടാണ് നമുക്കത് മനസ്സിലാവാതെ പോയത്. പോത്തിയിൽ ഭാഗത്ത് അദ്ദേഹം എടുത്ത ഒരു എഫേർട്ട് ഉണ്ടല്ലോ, വളരെ വലുതാണ്. കാരണം അവിടുത്തെ സംവിധാനങ്ങളെ മുഴുവൻ ക്രോഡീകരിച്ച് 160 മൃതദേഹമാണ് ആംബുലൻസിൽ പുറകെ വയനാട്ടിലേക്ക് എത്തിയത്. കിട്ടിയതിനേക്കാൾ കൂടുതൽ ഇവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കിട്ടിയതിനേക്കാൾ കൂടുതൽ എത്ര വലിയ തെരച്ചിലാണ് നടത്തുന്നത്. കാരണം ഞാൻ ഒരു ഫോട്ടോ ഉണ്ട്, ആരെന്നറിയോ, നമ്മുടെ DYFIൻ്റെ ജില്ലാ സെക്രട്ടറി മൃതദേഹം ചുവന്നുകൊണ്ടിരുന്ന ഒരു ഫോട്ടോയുണ്ട്. ഇത് 16 കിലോമീറ്റർ ഉള്ളിൽ വനത്തിൽ നിന്നാണ് ചുവന്നുകൊണ്ട് വരുന്നത്. തോളിൽ പിന്നെ കെട്ടി ഒരു വടം കെട്ടി അതിന് മേലെ ചുവന്നുകൊണ്ട് വരികയാണ്. അപ്പം ഈ നിലമ്പൂർ ഭാഗത്ത് നടത്തിയ ഈ സാമൂഹ്യ പ്രവർത്തകരുണ്ടല്ലോ, അത് വലിയ ഒരു സന്ദേശമാണ് ജനങ്ങൾക്ക് കൊടുത്തത്. കാരണം അവരുടെ നാട്ടിലല്ല, അത് വയനാട്ടിൽ നടക്കുന്ന ഒരു പ്രശ്നത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി ജനങ്ങൾ മുഴുവൻ നിലമ്പൂർ കാടുകൾ കയറി എന്നുള്ളതാണ്. അപ്പം അന്ന് രാവിലെ എനിക്ക് തോന്നുന്നു ഒരു 8 മണി 9 മണിക്ക് 7 മണിക്കൊക്കെ സമയത്താണ് ഈ മെസ്സേജിൽ വരുന്നത്, നിലമ്പൂരിൽ നിന്നും ബോഡി കിട്ടിയെന്ന് പറയുന്നത്. അപ്പം കാട് കയറിയ ആൾക്കാരാണ് നിലമ്പൂരിലുള്ളതെന്ന് ഓർക്കണം. അതിൻ്റെ നേതൃത്വം വഹിച്ച PV Anwar ഒന്നും അഭിനന്ദിക്കാതെ വിടാൻ പറ്റില്ല. വളരെ ശ്ലാഘനീയമായ കാര്യങ്ങളാണ് അദ്ദേഹം. പുനരധിവാസം ഉടൻ സാധ്യമോ എന്ന ചോദ്യത്തിന് ഉടൻ സാധ്യമാക്കേണ്ടതാണ് എന്നാണ് 5 പേരുടെയും അഭിപ്രായം. ഇതോടുകൂടി നമുക്ക് ഇത് എഡിറ്റേഴ്സ് എന്നിവിടെ അവസാനിപ്പിക്കാം. എല്ലാ പ്രേക്ഷകർക്കും ശുഭരാത്രി. ഗുഡ് നൈറ്റ്.
Meet the editors.